അല്ല ഇതുവരെ പറഞ്ഞപ്പോഴേ ഇപ്പം ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിശദീകരണം കഴിഞ്ഞതാണ്. എന്നാലും അത് ഇപ്പം ജീവൻ തുടരുക എന്നുള്ളൊരു പർപ്പസ്, ജീവൻ തുടരുന്നതിനനുസരിച്ച് തുടരുകയും അതിൻ്റെ ഒരു ഗുണപരത കൂട്ടുകയും ചെയ്ത് കൊണ്ടിരിക്കണം എന്നുള്ള തരത്തിൽ. അപ്പോൾ ആ ജീവൻ അങ്ങനെ തുടരുന്ന സമയത്ത് പലതരത്തിൽ ഉള്ള പരീക്ഷണങ്ങൾ സർവൈവലായി ബന്ധപ്പെട്ട് പലതരത്തിൽ നിലനിർത്താൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് പലതരം ജീവികളുണ്ടാവുകയും അത് ഒരുപാട് നശിച്ചു പോവുകയും കുറേ തുടരുകയും, പക്ഷേ ജീവൻ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണപരത അതിന് കഴിഞ്ഞ് നമ്മൾ ഈ സംഘജീവികളുടെ സംഭവത്തിൽ സൂപ്പർ ഓർഗാനിസം എന്ന് പറയുന്ന സമയത്തും വ്യക്തികൾ തമ്മിൽ, വ്യക്തികളല്ല പക്ഷെ ഒരു ഗ്രൂപ്പ് ഓഫ് ജീവികൾ ഒരു ഒറ്റ ഓർഗാനിസമായിട്ട് ഫങ്ഷൻ ചെയ്യുകയും അതിന് വേറെ പ്രത്യേക തരത്തിലുള്ള താല്പര്യങ്ങളോ കോൺഫ്ലിക്റ്റോ ഒന്നും ഇല്ലാതിരിക്കുകയും ചെയ്യണം. പക്ഷേ ഒരു സമൂഹത്തിൽ അതേസമയം ഇപ്പോൾ കടൽ കുതിരയുടെയൊക്കെ എക്സാമ്പിൾ പറയുന്ന സമയത്ത് ആ കടൽ കുതിരയ്ക്ക് ഈ ലൈംഗിക സെക്ഷൽ സെലക്ഷൻ്റെ ഒരു ഏരിയയിൽ അത് തനിയെ അതിൻ്റെ തന്നെ ബീജം തുടരണമെന്ന് നിർബന്ധമുള്ള അതിനുള്ളൊരു മെക്കാനിസമായി ഡെവലപ്പ് ചെയ്യുകയും ബാക്കി കടൽ കുതിരകളുടെ ബീജം അവിടെ, അതായത് ഒരു സ്പീഷീസ് ആയിരിക്കുമ്പോൾ തന്നെ അതിലുള്ള ഒരു ജീവി അതിൻ്റെ തുടർച്ച ആഗ്രഹിച്ച് മുന്നോട്ട് പോവുകയും അങ്ങനെയുള്ളൊരു ഒന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ല, എല്ലാ ജീവികളിലും തുടർച്ച ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ജീവൻ്റെ ത്വരയാണുള്ളത്. അല്ലാതെ അത് വ്യക്തിഗതമാകുന്നില്ല. സത്യം നമ്മൾ വ്യക്തിഗതമായിട്ടായിരിക്കും നമ്മളത് കാണുന്നത്. അല്ല, ജീവനെ മുഴുവൻ സമയവും ഉണ്ടായത് ഇല്ലാതായി പോകുന്നതിന് വേണ്ടി എവിടെല്ലാം നിലനിൽക്കാനായിട്ട് വേണ്ടി നടക്കേണ്ട ഒരു സ്ട്രഗിൾ, നമ്മൾ സമരം എന്നൊക്കെ വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് ജീവൻ വളരെ നിലനിൽക്കാൻ കഴിയാത്ത ഹോസ്റ്റിലിറ്റി ഉണ്ടായിരുന്ന പ്രതികൂല അവസ്ഥയെ തരണം ചെയ്യാൻ വേണ്ടി എല്ലാ ജീവികളിലൂടെയും ഇതേ ത്വര തന്നെയാണ് നിൽക്കുന്നത്. അവിടെയാണ് ആ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത്. ജീവികൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ അല്ല അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് ജീവൻ തുടരുക എന്നുള്ള, ജീവനെങ്കിലും ഒരെണ്ണമെങ്കിലും ജീവിച്ചിരിക്കണം എന്ന് പറയുന്നത് വഴിയാണത്. അപ്പോൾ എല്ലാം തമ്മിൽ ഓരോന്നും ജീവിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നതും ഓരോന്നും തുടരാൻ ശ്രമിക്കുക എന്ന് പറയുന്നതും അതിൽ ആ ജീവൻ്റെ പൊതു സ്വഭാവത്തിനകത്ത് മാത്രം ഉണ്ടാകുന്നു. ഓരോരുത്തരും തുടരാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മത്സരങ്ങളാണ്. അല്ലാതെ മറ്റതിനെ ഒഴിവാക്കി നമ്മുടെ കൂട്ടത്തിലുള്ളവരെ ഒഴിവാക്കി എടുക്കുക എന്ന് പറയുന്ന യുക്തിയല്ലത്. അങ്ങനെ ആയിരിക്കും ഓരോ വ്യക്തിയും അനുഭവിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നിലനിൽക്കാനും തുടരാനുമുള്ള ജീവൻ്റെ പൊതുവായ പ്രവർത്തനമാണ് നമ്മളിൽ എല്ലാവരിലും, ഓരോ ജീവികളും അത് തന്നെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടുണ്ടാവുന്ന ഒരു മത്സരം അങ്ങനെയാണ് നമ്മൾ. അതുകൊണ്ടാണ് ഈ സഹകരണമൊക്കെ, അല്ലെങ്കിൽ നമുക്ക് മത്സരം മാത്രമായിട്ട് നിൽക്കുന്ന സമൂഹത്തിലാണെങ്കിൽ എങ്ങനെ സഹകരണം വരും? സഹകരണത്തിൻ്റെ യുക്തി വരുന്നില്ല. നിലനിൽക്കുക എന്നുള്ളതിന് എന്തും ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിലനിൽക്കുക എന്ന് പറയുന്നത് ജീവൻ്റെ നിലനിൽപ്പാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്. കാരണം അതിനകത്ത് ഈ വ്യക്തിഗതമായിട്ടുള്ള പരിഗണനകളൊക്കെ അതിനുള്ള സാഹചര്യം ഒരുങ്ങുമ്പോൾ മാത്രമാണ് ഒന്നിച്ച് ജീവിക്കുന്നു, ഒന്നിച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന ഗുണപരതയുടെ യുക്തികൾ മുഴുവൻ വരുന്നത്. ഈ പറയുന്ന സ്ട്രഗിള് ഏറ്റവും ലഘൂകരിക്കപ്പെട്ട അവസ്ഥയിലാണ്. അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ധാരാളമായി സൗകര്യങ്ങളുള്ള സ്ഥലത്ത് നമ്മൾ ഈ പറയുന്ന വാശിയും നിലനിൽക്കാൻ വേണ്ടിയുള്ള സ്ട്രഗിളും വളരെ കുറയത്തില്ല. റിസോഴ്സ് സമ്പന്നമായിട്ടിരിക്കുന്ന സ്ഥലത്ത് പരസ്പരമുള്ള മത്സരം വളരെ കുറയും. അതതിനെ എപ്പോഴും നമുക്ക് കാണാവുന്ന, വിട്ടുവീഴ്ച ചെയ്യാനും ആളുകൾ എല്ലാം ചെയ്യും ആൾക്കാർ. അപ്പോൾ റിസോഴ്സസ് ഉള്ളിടത്ത് മനുഷ്യനെന്നുള്ള ജീവിയെ പറ്റി അല്ല നമ്മൾ, ജീവനകത്ത് തന്നെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. ജീവൻ തുടരാനുള്ള സ്ട്രഗിളായി ബന്ധപ്പെട്ട് തന്നെയാണ്. അത് റിസോഴ്സസ് കുറയുന്ന സമയത്തെല്ലാം ഈ പറയുന്ന സ്ട്രഗിൾ കൂടുന്നത് പരസ്പരമുള്ള എന്തോ വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നുമല്ല. ഒരു ജീവൻ തന്നെയാണ് എല്ലാത്തിലും നിലനിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി മാത്രമേ അവിടെ പ്രകടമായിട്ട് വരുന്നുള്ളൂ. ഇതിൽ ഏതാണ് നിലനിൽക്കാൻ പറ്റുന്നതെന്ന് അങ്ങനെ അറിഞ്ഞിട്ടല്ല. അതുകൊണ്ടാണ് വൈവിധ്യങ്ങളിലേക്ക് പോകുന്നത്.
കഴിയുന്ന സെലക്ഷൻ പ്രോസസ് അവിടെ നടക്കണം. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ആ സെലക്ഷൻ അപ്പോൾ അതൊക്കെ പിൽക്കാലത്ത് പിന്നെ നമ്മൾ കാണുന്നതാണ്, ഇങ്ങനത്തെ പ്രവണതകളുണ്ട്. മറ്റേത് ജീവൻ നിലനിൽക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള അടിസ്ഥാനം. അല്ലാതെ അതിന്റെ വരുമ്പോഴായികൾ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന ഇന്ന ജീവൻ തുടരുന്നത് എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിംഗ് പ്ലാനിങ് ഒന്നും അല്ല. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. പഴയ കാലത്തെ മനുഷ്യരുടെ ദൈവങ്ങൾക്ക് മാത്രമേ ഉള്ളൂ പ്രിഫറൻസ് ഒക്കെ, ചോസൻ ഫ്യൂ, ഞങ്ങളുടെ എൻ്റെ കുറച്ച് ആൾക്കാരെന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള വിവേചനമൊക്കെ ഉള്ളത്. ജീവൻ അങ്ങനത്തെ യാതൊരു ഇതുമില്ല. ജീവൻ നിലനിൽക്കാൻ ശ്രമിക്കുക, തുടരുക എന്ന് പറയുന്ന ഒരൊറ്റ പ്രവർത്തനത്തിനകത്താണ് ഏർപ്പെട്ടിരിക്കുന്നത്. അത് എല്ലാത്തിലും ഏറ്റവും കുറച്ച് റിസോഴ്സസ് ഉള്ള സമയങ്ങളിൽ കഠിനമായ മത്സരങ്ങളുണ്ടായെന്ന് വരും. അതേ സമയത്ത് അത്രത്തോളം റിസോഴ്സസിനകത്ത് ക്രഞ്ചില്ലാത്ത കുറവില്ലാത്ത സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ബാക്കിയെല്ലാം ഒന്നിച്ച് ജീവിച്ചു പോകുന്നതിനുള്ള തരത്തിലായി മാറുകയും ചെയ്യും. അത് ഞാൻ നേരത്തെ നമ്മളൊരു സമയത്ത് സംസാരിക്കുമ്പം പരസ്പരം തിന്നുപോകുന്നവരായിട്ട് മാറത്തില്ലേ ഒരൊറ്റ സ്പീഷീസ് തന്നെ ഉള്ളത്. ഒരാൾ മറ്റൊരാളെ തിന്നുകളയും. ആ തിന്നുന്നത് വേറൊരു വഴിയിൽ ജീവിച്ചിരിക്കുക, അവസാനത്തെ ആളെങ്കിലും ജീവിച്ചിരിക്കേണ്ടതുണ്ട്. തുടരാൻ വേറെ ഒരു മെക്കാനിസവും ഇല്ല. അതുകൊണ്ടാണ് ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിനകത്തും ജീവിച്ചിരിക്കുക എന്ന് പറയുന്ന പ്രാഥമികമായി മാറുന്നത് അങ്ങനെയാണ്. നമ്പർ കൂടി വരുന്ന സമയത്താണ് ഈ മറ്റുള്ള തരത്തിലുള്ള ഗുണപരതയുടെ എല്ലാ സ്ഥലങ്ങളും ഉണ്ടാകുന്നത്. അതൊരിക്കൽ നമുക്കങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ ഈ വ്യക്തിഗതമായിട്ട് ഈ വിഷയങ്ങളെ സമീപിക്കുന്ന മനുഷ്യരുടെ ചിന്താരീതിക്കകത്തു നമുക്ക് മോചിച്ച് ലോകത്തിനെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഒരു വിരോധവും ഒന്നും ഉണ്ടായിട്ടല്ല പുല്ല് തിന്നുന്ന ആടുണ്ടാകുന്നത്. ആടിന് പുല്ലിനോട് വിരോധവും ക്രൂരമൃഗം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, കടുവയൊക്കെ കണ്ടിട്ട് ക്രൂരമൃഗം എന്നൊക്കെ നമ്മൾ പറയുന്നതല്ല. അതിനകത്ത് ഒരു ക്രൂരത അതിനില്ല. അതിന് ഭക്ഷണം മാത്രമേ ഉള്ളത്. അതിന് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ക്രൂരമാണെന്ന് നമ്മളാരെങ്കിലും വിചാരിക്കാറുണ്ട്. ഇത് നമ്മൾ വേറെ പോയിന്റിൽ നിന്ന് കണ്ടിട്ടാണ് അത്തരത്തിലുള്ള വാല്യൂ ഫാക്ടേഴ്സ് വെക്കുന്നത്. അങ്ങനെയല്ല. പുല്ലിന് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുല്ലിനെ സംബന്ധിച്ചിടത്തോളം മാൻ ക്രൂരമൃഗമുണ്ടാണ്. പക്ഷെ നമ്മൾ ഏത് പുല്ലിനോട് ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും ക്രൂരമായ മൃഗം മാനും ആടുമാണ്. അതിന് രണ്ടിനുമാണ് നമ്മൾ യേശു ക്രിസ്തുവും ബുദ്ധനൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നത് നിഷ്കളങ്കമായ ജീവി എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ മാനിനോട് ആടിനോട് കടുവയ്ക്ക് പകയോ വിരോധമോ അല്ലെങ്കിൽ ഒരു ഇതില്ല. ഭക്ഷണമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അവിടെ അങ്ങനത്തെ പകകളുടേതായ യുക്തികളോ കാര്യങ്ങളോ അല്ല. അതൊക്കെ വലിയ സംഘങ്ങളൊക്കെ ഉണ്ടായി മറ്റ് ജീവിതത്തിന് പലതരം ജീവിതത്തിൻ്റെ ഗുണനിലവാരം എന്ന് നമ്മൾ പറയുന്ന വ്യത്യാസങ്ങൾ കുറേ കൂടെ സൗകര്യപ്രദമായ സ്ഥലങ്ങളുണ്ടാകുന്നൊക്കെ സമയത്താണ് മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുന്ന യുക്തികളൊക്കെ പറഞ്ഞാൽ അതൊക്കെ മനുഷ്യൻ്റെ ലോകത്തേക്ക് വരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന മീനിങ്ങുകളാണ്. അതൊക്കെ മനുഷ്യൻ്റെ ലോകത്തേക്ക് വരുമ്പോൾ തന്നെയാണ് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ എത്തിക്സ് രൂപപ്പെടുക എന്ന് പറഞ്ഞത്. ഇപ്പം നിലനിൽപ്പായി ബന്ധപ്പെട്ട് അതിനെ പലതരത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന വളരെ ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കിയ എത്തിക്സൊക്കെയാണ് നമുക്ക് സാഹചര്യത്തിന് സംബന്ധമില്ലാതെ സ്ഥായിയായ മൂല്യങ്ങൾ എന്നുള്ള നിലവാരത്തിൽ അത്തരത്തിലുള്ള എങ്ങനെ സനാതന മൂല്യം എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. എന്നും ഉള്ളതാണെന്ന് പറയുന്നത് ലെജിറ്റിമേഷന് വേണ്ടി പറയുന്നതാണ്. അങ്ങനെയല്ല, സാഹചര്യത്തിനനുസൃതമായിട്ടുള്ള മൂല്യങ്ങൾ തന്നെ ലോകത്തിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിനനുസൃതമായ മൂല്യങ്ങൾ തന്നെയായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അത് ഒരിക്കലും നമ്മൾ അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ആ സാഹചര്യം പരമാവധി ഇംഗ്ലീഷിൽ നമ്മൾ കൺഡ്യൂസീവ് എന്ന് പറയുന്ന എല്ലാ തരത്തിലെയും അനുയോജ്യമായി നിൽക്കുന്ന അവസ്ഥ നമ്മൾ സൃഷ്ടിക്കപ്പെട്ട പല മൂല്യങ്ങളും നമുക്ക് തുടരാം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലേക്ക് വളരെ രൂക്ഷമായ അന്തരീക്ഷങ്ങളിലേക്ക് പോകാതെ നോക്കുക എന്ന് പറയുന്നിടത്ത് വഴിയാണ് നമുക്ക് ഇന്ന് നമ്മൾ മനുഷ്യരുടെ ലോകത്തേക്കൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ പറയുന്ന ആ മൂല്യങ്ങളെല്ലാം രൂപപ്പെടുന്നത്. പക്ഷേ ഈ ജീവൻ രൂപപ്പെട്ടു വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വാല്യൂ ഫാക്ടേഴ്സ് ആരോപിച്ച് അതിനെ കാണരുത്. കുറുക്കൻ്റെ സ്വഭാവം എന്നൊക്കെ, കുറുക്കത്വം എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് കൃഷിക്കാരുടെ മൂല്യബോധമാണ്. കുറുക്കൻ പണ്ടേ കോഴിയെ പിടിച്ച് തിന്നുന്നു എന്നുള്ളതല്ലാതെ അതിന് വേറെ ഒന്നും അത് ചെയ്യുന്നില്ല. അല്ലാതെ അത് രഹസ്യമായി നമ്മുടെ കോഴിയെ പിടിക്കാൻ വരുന്നൊന്നുമില്ല. കോഴി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെൻ്റെ ഭക്ഷണമാണ്.
അതുകൊണ്ട് മാത്രം അതിനെ പിടിക്കാൻ വരുന്നു എന്നുള്ളതല്ലാതെ കോഴിയോട് പ്രത്യേകിച്ച് ഒരു വിരോധവും ഇല്ലെന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ കോഴിയെ ഞാൻ പിടിക്കുകയാണെന്ന ഒരു സമയത്ത് അത് ആലോചിച്ചിട്ടുമില്ല. എൻ്റെ കോഴി നിൻ്റെ കോഴി എന്നുള്ള സങ്കല്പം കുറുക്കനില്ല. കോഴികളതായി തിന്നാനുള്ളതാണ്, കോഴികളെ തിന്നാൻ തന്നെയാണ് നമ്മളും വളർത്തുന്നത്. അപ്പോൾ അങ്ങനെ കുറുക്കനോടുള്ള വിരോധമൊക്കെ മനുഷ്യർ സൃഷ്ടിച്ചെടുത്തത് ഭയങ്കര സൂത്രശാലി. കുറുക്കത്വം എന്നൊക്കെ പറയുന്നത് മുഴുവനും കൃഷിക്കാരുടെ മൂല്യബോധമാണ് നമ്മൾ കാണുന്നത്. കൃഷിക്കാർ അവരുടെ ആണ് കോഴി എന്ന് തീരുമാനിക്കുന്നത് വഴിയുണ്ടായതാണ് ആ ആരോപിതമായ ചെന്നായകളെ പോലെ പെരുമാറരുത്. കാരണം അവരുടെ ആടിനെ പിടിച്ചോണ്ട് പോയി. ഇവനാണ് ചെന്നായുടെ ഇത്ര വിരോധം. ആട് ഭയങ്കര തോലിട്ട ചെന്നായി. ഇതെല്ലാം നമ്മൾ പറയുന്നത് നമുക്ക് നമ്മുടെ മൂല്യബോധം എന്ന് പറഞ്ഞാൽ നമുക്ക് അനുകൂലമായി നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതിനെ മറ്റേ ആൾ അടിച്ചുകൊണ്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. മനുഷ്യൻ എന്തെങ്കിലും ഈ പണിയൊക്കെ ഞാൻ ഈ മനുഷ്യനെന്ന് പറയുന്ന ജീവി തന്നെ രൂപപ്പെടുന്നതിന് മുമ്പ് കുറുക്കൻ കോഴിയെ പിടിച്ചോണ്ടിരുന്ന, ആടിനെ ചെന്നാ പിടിച്ചോണ്ടിരുന്നതല്ലേ. അവരുടെ ഭക്ഷണത്തിനെ കൂട്ടിനകത്ത് ഇട്ട് അതിന് കൊടുക്കാതാക്കുന്നത് വഴി അത് പേടിച്ച് പമ്മിയാണ് വന്ന് ഇതിനെയൊക്കെ പിടിക്കാൻ നോക്കുന്നത്. അപ്പം പമ്മി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറുക്കത്വം എന്ന് പറയുന്ന സാധനം. ആരും കാണാതെ പമ്മി വന്ന് നമ്മളെ പറ്റിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള ഈ മൂല്യങ്ങളെല്ലാം നമ്മൾ ആരോപിച്ച് പറയുന്നത് മുഴുവനും അങ്ങനെ ഉണ്ടായതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് തുടരുക എന്ന് പറയുന്നത് ഓരോ ജീവനിലും വളരെ പ്രസക്തമായി തെള്ളി നിൽക്കുന്ന ഒരു പോയിൻ്റാണ്. നമ്മൾ നേരത്തെ രണ്ട് ജീവികൾ ചേർന്ന് മൂന്നാമതൊന്നിനെ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ കുട്ടികളെ നിലനിർത്തിക്കൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ മരിക്കുന്നു എന്ന് പറയുന്ന, മരണം സ്വീകരിക്കുന്ന അമ്മമാരും അല്ലെന്നുണ്ടെങ്കിൽ അഡൾട്ടായിരിക്കുന്ന അവരെ പരിചരിക്കുന്നവരും ചെയ്യുന്നതിൻ്റെ കാര്യം ജീവൻ വീണ്ടും തുടരുന്നത് മക്കളിലൂടെയാണെന്നുള്ള ആ തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ മരണമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ചെറിയ തീരെ ഇപ്പോൾ അബോർഷനൊക്കെ ആകുമ്പോൾ നമുക്ക് അധികം അതിന് ഫീൽ ചെയ്യുന്നില്ലേ. അതേസമയം ഒരു പ്രസവിച്ച ഉടനെ ഒരു കുഞ്ഞ് മരിക്കുകയാണെങ്കിൽ അവരുടെ വീട്ടിലുള്ളവരെ ചെറുതായിട്ട് ബാധിക്കുന്നുണ്ടാവും. അതേസമയത്ത് കുറച്ചും കൂടെ വലുതായ ഒരു കുഞ്ഞൊക്കെയാണ്, അതൊരു 25 വയസ്സ് 30 വയസ്സുള്ള ഒരു യുവതിയൊക്കെ മരിക്കണമെന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ മൊത്തം അത് വലിയ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഒരു 60 വയസ്സ് 70 വയസ്സിന് മുകളിലുള്ള ആളുകൾ മരിക്കുകയാണെങ്കിൽ അത് അത്ര അല്ല. അത് അവിടെയൊക്കെ എന്ന് വെച്ചാൽ ജീവന് ആവശ്യമായ തുടർച്ച ഉറപ്പാക്കിയവരായിരിക്കും 60 വയസ്സായ ആൾക്കാർ. അവരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ്റെ ഏരിയ കഴിഞ്ഞ വന്നിട്ടുള്ളതാണ്. മറ്റേത് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പേരുടെ ഇൻവെസ്റ്റ്മെൻ്റാണ് ഒരു 20 വയസ്സ് തൊട്ട് 30 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ എന്ന് പറയുന്നവർ. അവരിൽ നിന്ന് അടുത്ത തലമുറയെ പ്രതീക്ഷിക്കേണ്ടവരാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ അത് മനുഷ്യൻ്റെ ലോകത്തേക്ക് നമ്മൾ കൂടുതൽ വരുന്ന സമയത്ത് ആ ഏരിയകൾ നമുക്ക് പറയാവുന്നതാണ്. നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെന്ന് പറയുന്ന ജീവി, ഇപ്പം നമുക്ക് അതിന് ലോകത്തുള്ള എത്ര ഇനം മനുഷ്യരുണ്ടായിരുന്നു എങ്ങനെയൊക്കെയുള്ള ആ മേഖലയോ അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എത്ര ഇനമുണ്ട് എന്നൊക്കെ പഠിക്കുന്ന പോലല്ല നമ്മൾ ആ വിഷയത്തിനെ സമീപിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നതിന് മുമ്പ് എത്ര ജീവികളുണ്ടായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് കസിൻസ് എന്ന് പറയുന്ന നിലവാരത്തിലൊക്കെ മനസ്സിലാക്കിയാൽ മതി. മനുഷ്യൻ്റെ സവിശേഷ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ ഒരു അതുവരെ ഉണ്ടായിരുന്ന ജീവികളിൽ നിന്ന് വലിയ മാറ്റമുണ്ടായത്, നമ്മൾ മരത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി നടന്നു എന്ന് പറയുന്നത് പോലൊരു വലിയ സംഭവമാണ് തീയുടെ ഉപയോഗം കണ്ടെത്തുന്നത്. അത് നമ്മൾ ശരിക്കും സവിശേഷമായി മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഇന്ന് നമ്മൾ കാണുന്ന നിലവാരത്തിൽ നമ്മുടെ ബ്രെയിന് ഇത്രയധികം വികസിക്കാനായിട്ട് ഉണ്ടായത് നമ്മുടെ ഭക്ഷണക്രമത്തിനകത്ത് ഉണ്ടായ ഏറ്റവും വലിയ ഒരു ഷിഫ്റ്റാണ് വേവിച്ച ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. അത് നമുക്കത് മനുഷ്യൻ എന്ന് പറയുന്ന നമ്മൾ ഹോമോസാപ്പിയൻ എന്ന് പറയുന്നതിന് മുമ്പേ തന്നെ മുന്നേയുള്ള സ്പീഷീസ് അവർ അത് നമ്മുടെ കണ്ടുപിടിക്കാൻ നിയന്ത്രിച്ചുപയോഗിക്കുകയും ചെയ്തതായിട്ടുള്ള. അപ്പോൾ ആ ഒരു വ്യത്യാസം വരാൻ തുടങ്ങിയതോടാണ് നമ്മുടെ ഈ ഭക്ഷണത്തിൻ്റെ വ്യാപ്തി
ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദഹിക്കാത്തതൊക്കെ നമുക്ക് തിന്നാൻ പറ്റുന്ന റേഞ്ച് വളരെ കൂടുകയും ഇപ്പോൾ സർവൈവലിനുള്ള സാധ്യത കൂടി. അതേപോലെ തന്നെയാണ് ഈ ഭക്ഷണത്തിൻ്റെ അകത്ത് ഊർജം നമ്മുടെ ബ്രെയിനിന് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുകയും അത് ഇങ്ങനെ റണ്ണവേ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് എഴുതപ്പെട്ടിട്ടുള്ളൊരു പുസ്തകമുണ്ട്. എങ്ങനെയാണ് ബ്രെയിൻ ഇത്രയും വേഗത്തിൽ നമ്മൾ താരതമ്യേന കാലയളവ് വെച്ച് പരിശോധിച്ച് നോക്കിയാൽ ബാക്കിയുള്ള അവയവങ്ങളൊക്കെ രൂപപ്പെടുന്നതിനേക്കാളും വളരെ വേഗതയിലായിരുന്നു ഈ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് മനുഷ്യൻ്റെ ലോകത്തേക്ക് വന്നപ്പോൾ ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ അത് ബ്രെയിനിൻ്റെ ഒരു വശം തന്നെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 3-4 ലെയറായിട്ടാണ് ബ്രെയിന് ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഏറ്റവും ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്ന നമ്മുടെ നട്ടെല്ലുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആ സ്ഥലത്ത് അതിന് ശരിക്കും പറഞ്ഞാൽ റെപ്റ്റൈൽസിൻ്റെ കാലം തൊട്ട് നമ്മുടെ റെപ്റ്റൈൽസ് നമുക്ക് പാമ്പിൻ്റെ ആയാലും ഉരകങ്ങൾ എന്ന് പറയുന്ന ആ മേഖലയിലുള്ള ശരിക്കും ഓന്ത് ഇങ്ങനെയുള്ള ആ കാലത്ത് തന്നെ രൂപപ്പെട്ട ഒരു ബ്രെയിനിൻ്റെ അതിന് ആ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്ന സാധനം. അതിനുശേഷം നമ്മൾ കോർട്ടക്സും നിയോ കോർട്ടക്സ് എന്ന് പറയുന്ന പല തട്ടുകളിലായിട്ടാണ് ഓരോ കാലഘട്ടത്തിനകത്ത് ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതിനെ ആ വരുന്ന ബ്രെയിൻ വളരെ വേഗതയിൽ വികസിക്കാനായിട്ട്, കാരണം ഏറ്റവും നമ്മുടെ ശരീരത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഊർജം ഉപയോഗിക്കുന്ന അവയവം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനാണ്. ശരിക്കും ഭാരം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു 75 കിലോ അല്ലെങ്കിൽ 70 കിലോയോ ഭാരമുള്ളതിനകത്ത് 1.5 കിലോയേ ഉള്ളു ഈ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. പക്ഷെ അതിനാണ് ഒരു 22% ഊർജം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ. നമ്മളുടെ ബോഡി വെയ്റ്റിൻ്റെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ പെർസെൻറ്റേജ് ആയിരിക്കുമ്പോഴും ഉപയോഗിക്കുന്ന കലറിയുടെ കാര്യത്തിൽ ബ്രെയിനാണ് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ്. ആ ഊർജം ഉണ്ടാകുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിച്ച ഒന്നാണ് ഈ തീയുടെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ തീയുടെ ഉപയോഗം എന്ന് പറയുന്നത് അതിനെപ്പറ്റി നമ്മൾ ശരിക്കും പറഞ്ഞാൽ റിസർച്ച് ചെയ്യുന്ന ആ മേഖല തന്നെ റിസർച്ച് ചെയ്ത് പഠിക്കുന്നവർ പറയുന്നത്, നിങ്ങൾ എന്തിനെങ്കിലും ആരാധിക്കണമെന്ന് ആലോചിച്ചാൽ അടുക്കളയിലോട്ട് നോക്കി തൊടണം എന്ന് അവർ പറയുന്നത്. അടുക്കളയിലാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായിട്ടുള്ള ഇത്രയധികം മാറ്റം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മളുടെ എനർജി കൂടുതൽ സ്പെൻഡ് ചെയ്തിരുന്നത് ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഭക്ഷണം ദഹിക്കുന്ന കഴിഞ്ഞാൽ മുഴുവൻ സമയം തിന്നേണ്ടി വരും. നമ്മുടെ ടൈം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് ഉണരുമ്പോൾ തൊട്ട് തിന്നാനാണ്. നമുക്ക് എപ്പോഴും ഭക്ഷണം തേടി ജീവിക്കുന്ന ജീവികളല്ല. നമുക്ക് എല്ലാം കഴിക്കാൻ പറ്റില്ല. കണ്ടാൽ തന്നെ അതിപ്പോൾ നമ്മളിപ്പോൾ ഇലകളൊക്കെ പശുവിനൊക്കെ ദഹിക്കുന്ന പോലെ നമുക്ക് ദഹിക്കത്തില്ല. അപ്പം അത് കാരണം കൊണ്ട് ഇതിൻ്റെയൊക്കെ അവിടെ ഇവിടെ കുറച്ച് തിന്നുക, വിശപ്പ് കൊണ്ട് അതും ഇതും തിന്നുക എന്ന് പറയുന്നത് മാത്രമേ നടക്കൂ. നമ്മളൊരു ചെടിയിൽ ഒരു പഴം നിൽക്കുന്നുണ്ട്, ഒരു പഴം എടുക്കാമെന്നുള്ളതല്ലാതെ ഒരു 50 പേര് ചേരുന്ന ഒരു ഗ്രൂപ്പാണല്ലോ നമ്മൾ ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന. ഭക്ഷണം തേടി ജീവിക്കുന്ന ജീവികളുടെ ലോകത്ത് തന്നെയാണ് എല്ലാ ജീവികളെ പോലെ നമ്മളും ജീവിച്ചിരുന്നത്. അപ്പം ഇതുവരെയുള്ള നമ്മുടെ ഏത് തരത്തിലെ തെളിവുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും മനുഷ്യകുലം എന്ന് പറയുന്നത് ആഫ്രിക്കയിലാണ് ഉണ്ടായതെന്നുള്ളതിനകത്ത് ഒരു സംശയവും നമുക്കിപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. ജനിതകമായിട്ടുള്ള ഏറ്റവും അവസാനം നമുക്ക് കിട്ടിയിട്ടുള്ള അറിവാണ് ജനിതകമായിട്ടുള്ളത്. അതും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും ആഫ്രിക്കയിലാണ് എന്നുള്ളത് നമുക്ക് ഏതാണ്ട് സെർട്ടൻറ്റിയോടെ പറയുന്നിടത്തായിട്ടുണ്ട്. അപ്പോൾ ആഫ്രിക്കയിലേക്ക് ആദ്യകാലത്തെ കുരങ്ങ് വിഭാഗങ്ങൾ ഏഷ്യ ഭൂഖണ്ഡത്തിൽ നിന്ന് ആഫ്രിക്കയിലോട്ട് പോയതായിട്ടും നമുക്ക് കാണാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് പറയുമ്പോഴും മനുഷ്യരെ പറ്റി എന്തെങ്കിലും സംസാരിക്കുന്നോ അല്ലെന്നുണ്ടെങ്കിൽ പ്രൈമേറ്റ്സിന് ആ നിലവാരത്തിലുള്ള എല്ലാത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോഴും അതെല്ലാം ആഫ്രിക്കയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കാലയളവ് വളരെ നീണ്ടതായത് കാരണം കൊണ്ട് ഫോസിൽസും കാര്യങ്ങളും ഒക്കെ പഠിക്കുന്നതും പുതിയ തെളിവുകൾ ഇനി നമ്മൾ പറയുന്ന മനുഷ്യരുടെ കുലത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ജീവികളെ പറ്റിയുള്ള അറിവുകളൊക്കെ ചിലപ്പോൾ നമ്മൾ ഇനിയും കണ്ടെത്തുന്ന സമയത്ത് നമുക്കിത് മാറുകയൊക്കെ ചെയ്യാം എന്നുള്ള സാധ്യത ഇനിയും ഉണ്ട്. അതുകൊണ്ട് അത്രത്തോളം ഡീപ്പ് ടൈം എന്ന് നമ്മൾ പറയുന്ന കാലയളവ് നടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അതുപോലെ തന്നെ ഈ ജിയോളജിക്കലായിട്ടുള്ള മാറ്റങ്ങളെന്ന് പറയുന്നത് വലിയ നീണ്ട കാലയളവിൽ സംഭവിച്ചു പോയിട്ടുള്ള ഒക്കെ ഉണ്ട്. ഇപ്പോൾ അഗ്നിപർവ്വതങ്ങളൊക്കെ പൊട്ടുക എന്ന് പറയുന്നത്
ലക്ഷക്കണക്കിന് വർഷം. അത് ഈ അഗ്നിപർവ്വതം പൊട്ടുക എന്ന് പറയുമ്പോൾ ഇപ്പോഴും പൊട്ടുന്നില്ലേ എന്ന് ആൾക്കാർ ചോദിക്കും. പക്ഷേ ലോകത്ത് വളരെ സ്പെസിഫിക്കായി വലിയ അഗ്നിപർവ്വതം പൊട്ടുന്ന കാര്യങ്ങളുണ്ട്. അതിനെ സൂപ്പർ വോൾക്കനോസ് എന്നാണ് പറയുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലെ ക്ലൈമറ്റ് മുഴുവൻ മാറ്റിക്കളയും. മാസങ്ങളും വർഷങ്ങളും ചിലപ്പോൾ തുടർച്ചയായിട്ട് ഇതിങ്ങനെ പൊട്ടിയിട്ട് അങ്ങ് മൂടിപ്പോവും. പൊടിപടലങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം വരാൻ പറ്റാത്ത നിലവാരത്തിൽ മൂടിപ്പോവും. പുകയും ചൂടും. അത് അങ്ങനെ വന്നിട്ട് ഈ സൂര്യപ്രകാശം വീഴുന്നില്ലെന്നുണ്ടെങ്കിൽ ചെടികൾ മുഴുവൻ പോവും. ചെടികളെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളെല്ലാം പോവും. ആ ജീവികളെ ആശ്രയിച്ചിരിക്കുന്ന മറ്റ് ജീവികൾ പോകും. അങ്ങനെയാണ് ഈ എക്സ്റ്റൻഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ക്ലൈമറ്റ് ആ ലെവലിൽ മാറ്റാൻ കഴിവുള്ള അഗ്നിപർവ്വതങ്ങളുണ്ട്. അതിൽ നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ലോകത്തിലെ 2 വലിയ വോൾക്കനോയുടെ തെളിവായിട്ട് നമുക്ക് കിടക്കുന്ന ഒന്ന് സൈബീരിയയിലെ സ്റ്റെപ്പേ എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുന്നതും നമ്മുടെ ഡെക്കാൻ പ്ലേറ്റോ എന്ന് പറയുന്നതും ഒക്കെ വലിയ അഗ്നിപർവ്വതങ്ങളാണ്. അത് സൈബീരിയയിലുള്ളത് ഇപ്പോഴും ലൈവ് അല്ല ലൈവല്ല, അത് പൊട്ടി മാറിപ്പോയതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളതെല്ലാം നമ്മൾ ഇന്ന് കാണുന്ന ഈ മലകളിനകത്തൊക്കെ ഉണ്ടായിരിക്കുന്ന മലകൾ രൂപപ്പെടുന്നതിന് ശരിക്കും പറഞ്ഞാൽ വോൾക്കനോസ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇങ്ങനെ ചെയിനായിട്ട് കടലിനടിയിലെല്ലാം കാണാൻ പറ്റും. വോൾക്കനോ വന്ന് പൊട്ടി, അപ്പോൾ ഈ ടെക്ടോണിക് പ്ലേറ്റ് ഒന്നൊന്നിൻ്റെ കീഴിലേക്ക് തെന്നി മാറുന്ന അനുസരിച്ചിട്ടായിരിക്കും ഈ വോൾക്കനോകൾ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നത്. അപ്പം അതിന് ചെയിനായിട്ട് ഇങ്ങനെ ചങ്ങല പോലെ നമുക്കിങ്ങനെ കാണാം ഇവിടെയാണ് അത് പൊട്ടി വളർന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുപോലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ പൊട്ടുന്നത് പോലല്ല ഈ വലുത് പൊട്ടുക. ശരിക്കും പറഞ്ഞാൽ ഒരു കോണ്ടിനെൻ്റ് അപ്പം നമ്മൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് പൊട്ടുന്നതാണ്. ശരിക്കും വളരെ തിക്കായിട്ടുള്ള, തിക്കെന്ന് നമ്മൾ പറയുമ്പോൾ ഭൂമിയായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ അത്ര ശരിക്കും നേരത്തെ നമ്മൾ ജിയോളജി പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട് ഒരു ഓറഞ്ചിൻ്റെ തോട് പോലാണ് നമ്മുടെ ഭൂമി ഇരിക്കുന്നതെന്ന്. ഏറ്റവും ഘനമുള്ള സ്ഥലമെന്ന് പറയുമ്പോൾ തന്നെയും അതൊക്കെ ഒരു 130 മൈൽ അല്ലെങ്കിൽ ഒരു 200 കിലോമീറ്റർ ഘന വരെ ഉണ്ടാകുന്ന തിക്നെസ്സാണ്. 200 കിലോമീറ്റർ വളരെ വലുതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് 6000 കിലോമീറ്റർ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു. അപ്പോൾ 1000 കിലോമീറ്ററെങ്കിലും ഒക്കെ ഘനം ഉണ്ടെങ്കിലാണ് ഒരു ഘനം എന്ന് പറയാനൊക്കത്തുള്ളൂ. 200 കിലോമീറ്ററിന് ഒരു ഘനമായിട്ട് നമുക്ക് കാണാനൊക്കത്തില്ല ഭൂമിയെ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഈ ഇത്രയും കട്ടിയുള്ളതിൻ്റെ കീഴിൽ തന്നെ ഇത് പൊങ്ങി വന്ന് പൊട്ടും എന്നുമ്പോഴാണ് ഈ സൂപ്പർ വോൾക്കനോ എന്ന് പറയുന്നതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇതുപോലെ നമ്മൾ ഈ നമ്മുടെ ഈ മനുഷ്യ ജീവനെ പറ്റിയും ജീവിതത്തിനെ പറ്റിയും പറയുമ്പോൾ ജിയോളജി മറന്നു പോകാതിരിക്കാൻ ഇടയ്ക്ക് നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട്. ഈ നമ്മളെല്ലാവരും കൂടെ പലതരത്തിലുള്ള ജീവികൾ തമ്മിൽ ജീവിക്കുകയും കുറച്ച് വെള്ളപ്പൊക്കത്തിനെ പറ്റി മാത്രമൊക്കെ നമ്മൾ ആലോചിച്ചാൽ, അല്ലെങ്കിൽ മഴക്കാലം വരൾച്ച മാത്രമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് ഇതിനിടയ്ക്ക് വെച്ച് ഓർക്കുന്ന, അല്ലെങ്കിൽ അതൊക്കെ അങ്ങ് മറന്നേ പോവും. നമ്മളെപ്പോഴും ഈ ജീവനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ജീവികൾ തമ്മിൽ നടക്കുന്ന സമരങ്ങളും അതിനകത്തുള്ള കാര്യങ്ങളും മാത്രമായിട്ട് എന്നും നമ്മൾ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആകാശത്തേക്ക് നോക്കണം, നക്ഷത്രത്തിൻ്റെയൊക്കെ കൂടെയാണ് നമ്മളുള്ളതെന്ന്, നമ്മൾ ഒരു ഗ്രഹമാണെന്നും ഒക്കെ ഓർക്കേണ്ടതുണ്ട്. നമ്മൾ സ്പേസിലാണ് ഇരിക്കുന്നതെന്ന്, സ്പേസിൽ കൂടെയാണ് നമ്മളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ല സ്പേസ് ഭൂമി പുറത്തിരിക്കുന്നതായിട്ടാണല്ലോ നമ്മളെപ്പോഴും പറയാറുള്ളത്. സ്പേസിൽ പോവുക, ആകാശം എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ വിരൽ മേപ്പോട്ട് പോകും. ആകാശത്താണ് ഭൂമി ഇരിക്കുന്നതെന്നുള്ള കാര്യം അങ്ങ് മറന്നു പോകും. ഇതൊക്കെ ഇടയ്ക്ക് പറയേണ്ടി വരുന്നത് അതെപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്. നമ്മൾ ഈ സമയത്ത് നമ്മളിപ്പോൾ രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്ന് നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭൂമി തിരിയുന്നുണ്ടെന്നും ഭൂമി വട്ടം ചുറ്റുന്നുണ്ടെന്നും സൂര്യനായിട്ട് ഈ അതിന് സ്വന്തം നിലയിൽ ഇത്രയും ഗ്രഹങ്ങളുമായിട്ട് ഒന്നിച്ച് ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെയും ഗാലക്സിക്കകത്ത് മൂവ് ചെയ്യുന്നുണ്ട്, ഗാലക്സി ഒന്നിച്ച് മൂവ് ചെയ്യുന്നുണ്ട്, അത് വട്ടം ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വട്ടം ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഗാലക്സി അകന്ന് മറ്റു ഗാലക്സിയിൽ നിന്ന് അകന്നു പോകുന്ന പ്രക്രിയയുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് എത്ര തരത്തിലുള്ള ഒരേ സമയത്ത് ഒരിടത്ത് നമ്മൾ വെറുതെ ഇരിക്കുകയാണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ വലിയ യാത്രകളിൽ ഏർപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. അതെങ്ങനെ ഇതൊക്കെ നമ്മൾ ഓർക്കേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ
മനുഷ്യൻ്റെ ലോകത്തേക്ക്, മനുഷ്യൻ്റെ ജീവിതത്തിനകത്തേക്ക്, അല്ലെങ്കിൽ ജീവികളുടെ കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റ് എല്ലാ യാഥാർത്ഥ്യങ്ങളെയും നമ്മൾ മറന്നു പോയിട്ടായിരിക്കും ഇതിനകത്തേക്ക് റെഡ്യൂസ് ചെയ്തിട്ട് ഈ സകലതിന് ഉത്തരം അവിടുന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കും. ജീവൻ്റെ ഒരു പോയിന്റിൽ നിന്ന് മാത്രം നമ്മുടെ നമ്മുടെ ഈ കൊച്ചൊരു അതിരിനകത്ത് നിന്ന് ഈ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ മുഴുവനും നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ ഗാലക്സിയുടെ അകത്ത് ഈ സൂര്യൻ പോവുക എന്ന് പറയുന്നതും അവിടുത്തെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട്. അത് നമ്മൾ പെർസീവ് ചെയ്യാൻ കഴിയാതെ പോകുന്ന നിലവാരത്തിലായിരിക്കും അതെല്ലാം സംഭവിക്കുന്നത്. അതുപോലെ സൂര്യനകത്തുണ്ടാകുന്ന സോളാർ ഫ്ലെയർ എന്ന് പറയുന്ന സാധനം നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ ഇടയ്ക്കിടയ്ക്ക് രാത്രി ആകുമ്പോൾ ഒന്ന് ആകാശത്തേക്ക് ഒന്ന് നോക്കിയിട്ട്, പക്ഷെ അതൊന്നും ആ തരത്തിൽ നമുക്ക് അത്ര കൺട്രോൾ ഇല്ലാത്തൊരു ഏരിയയും കൂടിയാണുള്ളത്. കൺട്രോൾ ഉണ്ടാന്നുള്ളതല്ല, ഇങ്ങനത്തെ ഏരിയകൾ ജീവിതത്തിനുമുണ്ട് എന്ന് നമ്മൾ മറന്നു പോകാതെ വേണം ഏത് സമയത്തും നമ്മൾ ജീവിച്ചിരിക്കേണ്ടത്. അതുകൊണ്ട് ഈ മരണം വരും എന്ന് മറന്നു പോയിട്ട് തമ്മി വഴക്കിടത്തില്ലേ? അല്ല, ജീവിതത്തിലൊരു സമീപനം ഉണ്ടാക്കിയെടുക്കണേൽ ഈ ഒരു കാഴ്ച ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സത്യത്തിൽ ഈ ശാസ്ത്രീയമായിട്ടുള്ള ജീവിത വീക്ഷണത്തിൻ്റെ എല്ലാ മേഖലകളിനകത്ത് നമ്മൾ എപ്പോഴും കാണേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള വളരെ സങ്കീർണമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന്, ആയിരക്കണക്കിന് പ്രതിഭാസങ്ങൾ ഒരേ സമയത്ത് ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയുടെ ഒരു തുമ്പിലെ അടുത്ത ഒരു പോയിന്റിലാണ് നമ്മൾ ഈ നിൽക്കുന്നതെന്നും, നമ്മൾ നിൽക്കുന്നത് തന്നെ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളിനകത്തും ഇടപെട്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും ഇരിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആ ഓർമ്മ നമുക്കുണ്ടാകുന്നത് ജീവിതത്തിനെ പറ്റിയുള്ള നമ്മുടെ എല്ലാ അറിവുകളും ഈ ഒരു പ്രതലത്തിൽ വേണം, ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് വേണം നമുക്ക് അത് കണ്ടുകൊണ്ടിരിക്കേണ്ടത്. അത് പ്രധാനമായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല നമ്മൾ. അതെ, പലപ്പോഴും എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ അത്ഭുതകരമായ അനുഭവങ്ങൾ എന്നുള്ള നിലവാരത്തിൽ ആളുകൾ കാണുന്ന ആളുകൾക്ക് എല്ലാ കാര്യവും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സമയത്ത് ഇവിടെ തന്നെ ഇപ്പം തന്നെ ഇരിക്കുന്ന കാര്യമാണ്. അല്ലാതെ ഭൂമി കറക്കുന്നത് ഇനി വല്ലപ്പോഴും കറങ്ങുക ഒന്നുമല്ല, കറങ്ങിക്കൊണ്ടിരിക്കുക. മുഴുവൻ സമയവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരം പലതരത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം ഉണ്ടാകണ്ടേ? എത്ര തരത്തിലുള്ള യാത്രകൾ, ഇതുപോലുള്ള ഏരിയകളും കൂടെ ഒക്കെ ജീവിതത്തിനെ നമ്മളിപ്പോൾ തീയെപ്പറ്റി സംസാരിച്ച് തുടങ്ങുമ്പോഴും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ ഇടയ്ക്ക് ഓർക്കുന്നത് ജീവൻ്റെ സമഗ്രതയെപ്പറ്റിയുള്ള ഒരു കാര്യം. എത്ര സങ്കീർണമായിട്ട് എത്രയോ കാര്യങ്ങൾ ഒന്നിച്ച് ചേർന്നിട്ടാണ് ഈ ലോകം നിൽക്കുന്നതെന്ന് നമ്മളെന്ന് പറയുന്ന ഒരു ജീവാനുഭവം വളരെ സങ്കീർണമായ അനുഭവമാണെന്നുള്ള കാര്യം. ഇത്രയും ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെയാണ് ഇത് ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മറന്നു പോകാതിരിക്കേണ്ടത് എപ്പോഴും ജീവിതത്തിനകത്ത് മറ്റൊരു തരത്തിലൊരു ഫ്രീഡം നമുക്ക് തരും. ഇങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അല്ലാതെ നമ്മുടെ ഒരു കൊച്ചു വൃത്തത്തിനകത്തെ ചെറിയ ലോകത്തിനകത്ത് മൂല്യബോധങ്ങളിനകത്തുള്ള സംഘർഷങ്ങളിൽ മാത്രമായിട്ടല്ല നമ്മൾ നിൽക്കുന്നതെന്നുള്ള ഒരു റിഫ്ലക്ഷൻ എപ്പോഴും നമുക്ക് നല്ലതാണ്. ഇത് നമ്മുടെ മാത്രം പ്രശ്നമായിട്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിനകത്ത് ആൾക്കാർ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ടെന്നുള്ള കാര്യവും ഇതുപോലെ നമ്മൾ കാണാവുന്നതാണ്. വേറൊരു രാജ്യത്ത് ഇവിടുത്തെ ഒരു പ്രശ്നവും കാണുകയോ കേൾക്കുക പോലും ചെയ്യാതെ ആൾക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യവും ഇതുപോലെ തന്നെ കാണാവുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. ഞാനീ പറയാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞ് പ്രധാനമായിട്ട് തുടങ്ങിയ തീയുടെ ഉപയോഗം അതാണ് നമ്മൾ ആ നിലവാരത്തിലുള്ള മറ്റ് ജീവികളിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ മാറുന്നതിന് ഒരു വലിയ കാരണമായി തീരുന്നതാണ് തീയുടെ ഉപയോഗം എന്ന് പറയുന്നത്. ഈ മരത്തിൽ നിന്ന് ഇറങ്ങി തറയിൽ നടക്കുന്നതിനെ പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. ആ പ്രക്രിയയ്ക്ക് ശേഷം മനുഷ്യൻ്റെ ജീവിതത്തിനകത്തേക്ക് ഏറ്റവും ശക്തമായി കടന്നു വന്ന ഒരു ഫാക്ടറാണ് തീയുടെ ഉപയോഗം എന്ന് പറയുന്നത്. തീയുടെ ഉപയോഗം ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു തീയുണ്ടായി, ഒരു കാട്ടുതീയുണ്ടായി, അതിനകത്തൊരു മൃഗത്തിന് അത് വെന്ത് കിട്ടിയത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വഭാവം കൊണ്ട് ആദ്യം തിന്നണമെന്നില്ല. അത് അങ്ങനെ ഈ സ്കാവഞ്ചർ എന്ന് പറയുന്ന നമ്മൾ ഈ ചത്തതിനെ തിന്നുന്ന ജീവിയല്ലായിരുന്നു കഴുകൻ, അങ്ങനെയുള്ള ജീവികൾ. പക്ഷേ വളരെ ഭക്ഷണം കിട്ടാതിരിക്കുന്നൊരു സമയത്താണ് ഇത് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ കണിശമായിട്ടും തിന്നിട്ടുണ്ടാവും. അത്
ഇതിൻ്റെ തൊലി, ഈ ജീവിയുടെ തൊലിയൊക്കെ പെട്ടെന്ന് മാറ്റാൻ എളുപ്പമാണ് എന്നുള്ളത് കണ്ടെത്തുന്നത് മാത്രമല്ല, തീ ഉപയോഗിക്കുക എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയും. തീനെ നിയന്ത്രിക്കുക എന്നുള്ളത്. അതെ, തീ നമുക്ക് നിയന്ത്രിതമായിട്ട് ഉപയോഗിക്കാനായിട്ട് ഉള്ള അറിവ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്നുള്ള നിലയ്ക്ക്. അതാണ് ശരിക്കും. 2 പാറ എടുത്ത് ഉരച്ചാൽ തീ ഉണ്ടാകും. അത് മിക്കവാറും നമ്മളൊരു പാറ വേറൊരു പാറയിൽ ഒരു നട്ട് വെച്ചിട്ട് അടിച്ച് പൊട്ടിക്കുമ്പോഴായിരിക്കും തീ ഇറക്കുന്നത് കണ്ടിട്ടുണ്ടാകുക. അവിടെ നിന്നായിരിക്കും ആ ഐഡിയ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സ്പാർക്ക് ഇപ്പോൾ കുരങ്ങൊക്കെ ചെയ്യും. ഒരു പാറ വെച്ചിട്ട് വേറെ ഒരു നട്ട് ഈ അടിച്ച് പൊളിച്ച് ഒരു കരു അതിനകത്തുനിന്ന് എടുക്കാൻ വേണ്ടി, അത് അതിൻ്റെ തോട് പൊട്ടിക്കാനായിട്ട് വേണ്ടി കുരങ്ങും ചെയ്യുന്നതാണ്. പക്ഷെ ആ ഒരു അടിക്കകത്തൂടെ ഒരു തീ പറക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെ ചെയ്താൽ തീ ഉണ്ടാകുമെന്ന് കണ്ടെത്തുന്നുണ്ട്. ആ ഉണ്ടാക്കിയെടുത്തിട്ട് അത് പെട്ടെന്ന് കത്തുന്ന ഒരു സാധനമായിട്ട് ചേർത്ത് വെച്ചാൽ പറ്റും എന്ന് കാണുന്ന ആ മേഖല ആണ് നമുക്ക് സവിശേഷമായിട്ട് വ്യത്യാസം ഉണ്ടാകുന്നത്. ഇത് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനകത്തുനിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരേ സമയത്ത് തന്നെ നമുക്കത് കാണണം. ഇതൊരു പലതരത്തിലുള്ള ഫീഡ്ബാക്ക് സിസ്റ്റത്തിനകത്ത് ഈ ഇന്ദ്രിയങ്ങൾ വികസിക്കുക എന്ന് പറയുന്ന പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അറിവുകൾ വരുന്നത്. അത് അവർ ഒരിക്കൽ ഞാനൊരു ആന്ത്രോപോളജിക്കലായിട്ടല്ല, ഒരു പ്രൈമറ്റോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിമ്പാൻസിയെ പറ്റിയും ഗൊറില്ലയെ പറ്റിയൊക്കെ പഠിക്കുന്നവർ പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത്, ഈ ഗോതമ്പ് ഈ ചിമ്പാൻസിക്ക് ഇങ്ങനെ ഇവർ കൊടുത്ത് അത് എല്ലാം കൂടെ അങ്ങ് മണ്ണിൽ വീണുപോയി. ആ മണ്ണിൽ വീണ ആ ഗോതമ്പ് അതിങ്ങനെ വാരിയെടുത്തിട്ട് അതിനകത്തു നിന്ന് അത് ഇങ്ങനെ അതിന് നമ്മൾ ഈ മണ്ണ് കളഞ്ഞിട്ട് അതിനെ എടുക്കത്തില്ലേ, അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അതിൻ്റെ കൈ എന്ന് പറയുന്നത് ഭയങ്കര റഫായിട്ടുള്ളതും നമ്മുടെ കൈ പോലെ ഫ്ലെക്സിബിളും അല്ലാത്തതാണ്. പക്ഷെ അതിന് പാടുപെട്ടിട്ട് അതിനകത്തു നിന്ന് അത് പെറുക്കിയെടുക്കാൻ വലിയ പാടാണ്. എന്നിട്ട് ഇതിൽ ഏതോ ഒരു കുരങ്ങ് ഇത് വെള്ളത്തിലേക്ക് വാരിയിട്ട്, അപ്പോൾ ഇത് പൊങ്ങിക്കടന്നു, മണ്ണ് താന്നു പോവുകയും ഇത് അന്നേരം അത് ഇങ്ങനെ വെള്ളത്തിനകത്തു നിന്ന് അതിങ്ങനെ എടുക്കാൻ പഠിച്ചത് ഉടനെ തന്നെ അത് വീണ്ടും മറ്റിടത്തുനിന്ന് വാരി വെള്ളത്തിലിട്ടിട്ട് അത് എടുക്കുക എന്ന് പറയുന്ന കാര്യം ഒരാഴ്ചക്കകത്ത് തന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ ചിമ്പാൻസികളും ഈ സാധനം എടുത്ത് വെള്ളത്തിലിടുന്നതായിട്ട് അവർ എഴുതിയിരിക്കുന്ന ഒരു സാധനമുണ്ട്. ഈ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ആവർത്തിക്കുക എന്ന് പറയുന്നത്, ഒരാൾ ചെയ്യുന്നത് ആവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ട്രെയ്റ്റാണ്. നമ്മൾ വിചാരിക്കുന്നത് ആവർത്തിക്കുന്നത് മഹാമോശമാണെന്നൊക്കെ നമ്മൾ എപ്പോഴും പുതിയതെന്ന് പറയുന്ന തരത്തിൽ പറയുമ്പം ആവർത്തിച്ചുറപ്പിക്കേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഈ ജീവികളിലൊക്കെ തന്നെ ഉള്ളതിൻ്റെ വളരെ കൂടുതലാണ് മനുഷ്യൻ്റെ ഇതിനകത്ത്. അത് കുഞ്ഞുങ്ങളെ പറ്റിയുള്ള പഠനത്തിനകത്ത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോയിൻ്റ് കുറച്ച് നമുക്ക് അതൊന്ന് വിശദീകരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഒരു പെട്ടിക്കകത്ത്, കൊച്ചു പെട്ടിക്കകത്ത് ഒരു മുട്ടായി വെച്ച് അത് കെട്ടിവെച്ച്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് വേറൊരു പെട്ടി വെച്ച് അത് കെട്ടി, ഇങ്ങനെ ഒരു 7-8 പെട്ടിക്കകത്താക്കി ഈ മുട്ടായി. എന്നിട്ട് ഒരു 3 വയസ്സ് 4 വയസ്സുള്ള ചിമ്പാൻസികളെയും മനുഷ്യക്കുഞ്ഞുങ്ങളെയും ഒരേപോലെ അവിടെ നിർത്തിയിട്ട് ഇതിങ്ങനെ അഴിച്ച് ഈ മുട്ടായി എടുക്കുന്നത് കാണിക്കും. എന്നിട്ട് ഇതേ സാധനം ഈ കുട്ടികൾക്കും ഈ ചിമ്പാൻസിക്കും കൊടുക്കുന്നുണ്ട്. ചിമ്പാൻസിയുടെയും കുഞ്ഞുങ്ങളുടെയും പ്രായം ഒരുപോലെ 3 വയസ്സ്. അപ്പം അവരിങ്ങനെ അഴിച്ച് മുട്ടായി ഈ പഠിപ്പിച്ച പോലെ തന്നെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കെട്ടിനകത്ത് ഒരു കെട്ട് വ്യത്യസ്തമായിട്ട് കെട്ടുകയും വ്യത്യസ്തമായ രീതിയിൽ അത് മാറ്റുകയും ചെയ്തിട്ട് അവിടെ വെച്ചു. അപ്പോൾ ഈ കുരങ്ങും മനുഷ്യക്കുഞ്ഞും ഒരുപോലെ ഇത് അഴിച്ചവിടെ ചെല്ലുമ്പോൾ ആ കെട്ടിൻ്റെ അവിടെ ചെല്ലുമ്പോഴത്തേനും മനുഷ്യക്കുഞ്ഞിന് അറിഞ്ഞൂടാ
മറ്റ് കുരങ്ങനും അറിഞ്ഞുകൂടാ. രണ്ടുപേരും ഇങ്ങനെ വിഷമിച്ച് അവിടെ നിൽക്കുന്നു. പക്ഷേ മനുഷ്യക്കുഞ്ഞ് ഇങ്ങനെ നിസ്സഹായമായിട്ട് ഇങ്ങനെ ഇവർ പഠിപ്പിക്കുന്നവരെ നോക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ചിമ്പാൻസി അങ്ങനെയല്ല ചെയ്തത്. അത് കടിച്ച് പറിച്ച് കെട്ടഴിക്കാനല്ല കടിച്ച് പറിച്ചിട്ട് ആ മുട്ടായി എടുക്കും. ഇത് മനുഷ്യക്കുഞ്ഞ് ചെയ്യത്തില്ല. അവരെ പഠിപ്പിച്ച സാധനത്തിൽ അവിടെ ചെന്ന് അത് പറ്റത്തില്ലെങ്കിൽ അവിടെ നിൽക്കത്തേ ഉള്ളൂ. അല്ലാതെ അത് കടിച്ചു പറിച്ചെടുക്കുക എന്ന് പറയുന്ന യുക്തിയിലോട്ട് പോകത്തില്ല. ഇതൊരു ഭയങ്കരമായിട്ട് ആദ്യം അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് മനുഷ്യർ ആ തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാതെ നിസ്സഹായമായിട്ട് പലതരത്തിൽ നോക്കിയിട്ട് അഴിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടെത്തി അവിടെ വയ്ക്കും. കാരണം ഇവർ പഠിപ്പിച്ചതുപോലല്ല. ഇത് വലിയൊരു ട്രെയ്റ്റാണ് ഈ രണ്ട് ജീവികളും തമ്മിലുള്ള. ഒന്നിന് ലക്ഷ്യമുണ്ട്, രണ്ടുപേർക്കും ലക്ഷ്യമുണ്ട് മുട്ടായി എടുക്കണം. പക്ഷേ പഠിപ്പിച്ചതിന് കവിഞ്ഞുള്ള ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഈ മനുഷ്യക്കുഞ്ഞ് അവിടെ നിൽക്കും. ഈ ചിമ്പാൻസിയുടെ കുഞ്ഞുങ്ങൾ അത് എങ്ങനെങ്കിലും ബ്രേക്ക് ചെയ്ത് ആ സാധനം എടുക്കും. ഇത് ട്രെയ്റ്റായിട്ട് നമ്മൾ ഈ രണ്ട് ജീവികളിനകത്തും വന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. ആവർത്തിച്ച മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ തുടരുക എന്ന് പറയുന്ന ഒരു സവിശേഷ കഴിവ് ആയിട്ടാണ് മനുഷ്യർക്കുള്ളത്. മറ്റവർക്ക് ലക്ഷ്യം ഏത് തരത്തിലും എത്തിച്ചേരുവാനായിട്ട് വേണ്ടി ശ്രമിക്കുന്നവരാണ്. പക്ഷേ ആ കടിച്ചു പറിച്ചെടുക്കുന്ന സാധനം മറ്റ് ജീവികൾക്ക് ഒരു വഴിയായി അനുഭവിക്കത്തില്ല. കാരണം അത് ആ രീതി എന്ന് പറയുന്നതിനകത്ത് ഈ കെട്ടിവെച്ചിരിക്കുന്ന അഴിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കാണാനൊക്കത്തില്ല. അത് എടുക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാധനം വെച്ചിട്ട് ഒരു കല്ലെടുത്ത് വെച്ച് തല്ലി പൊട്ടിച്ച് എങ്ങനെങ്കിലും ഇത് എടുക്കുക എന്ന് പറയുന്നിടത്തേക്ക് ഈ കുരങ്ങങ്ങ് മാറും. പക്ഷേ മനുഷ്യക്കുഞ്ഞുങ്ങൾ ആ പഠിപ്പിച്ചതുപോലെ ചെയ്യുകയുള്ളെന്ന് പറയുന്നത് അതിൻ്റെ പരിമിതിയായിട്ടാണ് എപ്പോഴും പരാജയപ്പെട്ട് നിൽക്കുന്ന പോലെ ആയിരിക്കും ആ കുഞ്ഞുങ്ങൾ അപ്പം നിൽക്കുന്നത്. പക്ഷേ ഇതൊരു മനുഷ്യരെ മനസ്സിലാക്കാനുള്ള ഒരു വലിയ ടൂളാണ്. ഇപ്പം നമ്മൾ ഈ അക്ഷരമൊക്കെ എഴുതി പഠിപ്പിക്കത്തില്ലേ, ആ അക്ഷരം എഴുതി പഠിപ്പിക്കും ആവർത്തിച്ച് കൃത്യമാക്കിയത് കൊണ്ടാണ് നമുക്ക് ഇത് ഭാഷയാക്കി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നത്. ഓരോ തവണയും തല്ലിപ്പൊട്ടിച്ചെടുക്കുന്ന പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആവർത്തിക്കുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആവർത്തിക്കാനുള്ള കഴിവ് വഴിയാണ് നമ്മൾ നോളജ് അക്യുമുലേറ്റ് ചെയ്യുന്നിടത്തേക്ക് മാറുന്നത്. നോളജ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഒരു തവണ ഉണ്ടായത് തന്നെ വീണ്ടും ചെയ്യാനായിട്ട്. അപ്പം ഓരോ തവണയും ഇവർ ആ കെട്ടിൻ്റെ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുരങ്ങ് എല്ലാ തവണയും അത് ബ്രേക്ക് ചെയ്ത് കടിച്ചു പറിച്ച് അത് എടുക്കും. പക്ഷെ അതിൽ നിന്ന് അടുത്ത തലമുറയ്ക്ക് കൂടുതലൊന്നും പഠിക്കാനില്ല. ഈ പ്രോബ്ലം സോൾവ് ചെയ്തതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ആ പ്രോസസ് എങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും കുരങ്ങ ഈ രീതിയിൽ എടുക്കും. അതിനി അത് എടുക്കാൻ പറ്റാത്ത നിലവാരത്തിലുള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ അവിടെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ പരാജയപ്പെട്ട് അത് നിൽക്കും എന്നുള്ളത്, അത് ഉപേക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഈ കെട്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നതും ആവർത്തിക്കുക എന്ന് പറയുന്നതും മറ്റേത് ഒരിക്കൽ ആവർത്തിക്കാൻ പഠിപ്പിക്കുന്ന സിസ്റ്റം കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് പറയുന്ന മനുഷ്യരുടെ അറിവിൻ്റെ ഏറ്റവും വലിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് ആവർത്തിക്കാനുള്ള കഴിവാണ്. അങ്ങനെ നമ്മൾ എപ്പോഴും പറയും, നീ ഇങ്ങനെ ഈ ആവർത്തിച്ചിരിക്കുകയല്ല വേണ്ടത്, ഒരേ കാര്യം തന്നെ ഇങ്ങനെ ചെയ്യുകയല്ല വേണ്ടത്, ക്രിയേറ്റീവ് ആകണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളയത്തിനകത്തൂടെ ചാടുക എന്ന് പറയുന്ന ഒരു പഴയ വളയം വെച്ച് ചാടി 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 ശീലിച്ചിട്ട് ഞാൻ ഏറ്റവും ചെറിയ വളയത്തിലൂടെ ചാടുക എന്നുള്ളതാണ്. വലിയ വളയത്തിനകത്തൂടെ ചാടിയിട്ട് അതിനേക്കാളും കുറച്ചുകൂടെ ചെറിയ വളയത്തിൽ ചാടി അത് കഴിഞ്ഞ് വളയമില്ലാതെ ചാടി എന്ന് പറയുന്നൊരു കഥയുണ്ട്. വളയമില്ലാതെ ചാടി എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്ത ചാട്ടമാണ്. അപ്പം ആ വളയം ചെറുതാക്കി അതിനകത്തൂടെ ചാടുമ്പോഴാണ് കഴിവാകുന്നത്. ഇതേപോലെയാണ് ഈ പ്രോസസ്സ് തെറ്റിച്ച് ചെയ്താൽ ഒരിക്കലും അത് അറിവായിട്ട് മാറത്തില്ല. അത് നമുക്ക് അതിനൊരു എന്താ പറയണ്ടേ, ഒരു യുക്തിപരമായിട്ട് തുടർച്ച ഉണ്ടാക്കാനൊക്കുന്ന ഒരു ലോജിക്കലായിട്ടുള്ള ഒരു ഇതുണ്ടാകത്തേ. അതുണ്ടാകാതെ പോകുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണുമ്പോഴേ നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത്രയും ആവർത്തിച്ച് കൃത്യമാക്കിയ ഒരു സാധനമാണ് നമ്മൾ ഈ
പാസ് ചെയ്തു ചെയ്ത് നോളജ് ഇന്ന് സ്റ്റോർ ചെയ്യുകയും അത് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ നമ്മൾ ഈ നോളജ് തെറ്റാതെ പറയണം എന്ന് പറയുന്ന സാധനം അത് പ്രൂവണാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ട്രേറ്റ് വരെ ഉണ്ടെന്നാണ്. അത് ചെയ്ത് നമ്മളൊരു ഒരു കാര്യം പഠിച്ച് ഒരാളൊരു നോളജ് നമുക്ക് പാസ് ചെയ്യുമ്പോൾ അത് പ്രൂവൺ ചെയ്യപ്പെട്ടിട്ടുള്ള ആ കഴിവാണത്. അതിൻ്റെ മുകളിൽ പുതിയ എക്സ്പെരിമെൻ്റ് നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇത് തെറ്റിക്കുക എന്നുള്ളതല്ല. അതുകൊണ്ടാണ് എപ്പോഴും ആൾക്കാർ പറയും നിയമം പാലിക്കണം, നിയമം പാലിച്ച് ജീവിക്കണം. പക്ഷേ നിയമം മാറ്റി പുതിയ രീതിയിലാക്കുന്ന വേറെയാണ്. പക്ഷെ നിയമമില്ലാതെ പെരുമാറുന്നതല്ല എന്ന് പറയുന്ന പോയിന്റ് ഈ വരുന്ന സ്ഥലത്തു നിന്നാണ്. കാരണം ഈ ഒരു പ്രോസസ്സിനെ പറ്റിയുള്ള അറിവ് ആവർത്തിച്ചുറപ്പിക്കുന്നത് വഴിയാണ് നമുക്ക് അതിന് മുകളിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ പ്രോസസ്സിനെ മനസ്സിലാക്കി അതിനെ കൺട്രോൾ ചെയ്യാനും ഉപയോഗിക്കാനും കഴിയണമെന്നുണ്ടെങ്കിൽ. പക്ഷേ എപ്പോഴും നമ്മൾ ആളുകളോട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അടിച്ച വഴിയേ അല്ല നടക്കേണ്ടത്, അങ്ങനെയല്ല വേണ്ടത്, നമ്മൾ വേറെ വേണം പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് അറിയുന്ന അറിവിൻ്റെ പുറത്താണ് എക്സ്പെരിമെൻറ്റുകൾ എപ്പോഴും നടത്തേണ്ടത്. ഇതുവരെ വഴി നടക്കാൻ പഠിച്ചിട്ട് പുതിയ വഴി, അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നേരത്തെ കണ്ടുപിടിച്ചതും ചെയ്തതുമായ കാര്യം തന്നെ വീണ്ടും കണ്ടുപിടിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തിപ്പോകും. ഇതാണ് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കൊച്ചു ജീവികളുടെ ലോകമൊക്കെ എടുത്താൽ അവർ ആയിരക്കണക്കിന് സൊല്യൂഷൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജനിതകമായിട്ട് മാത്രമേ അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നെങ്കിൽ മാത്രമേ അത് കിടക്കത്തുള്ളൂ. മറ്റേത് അവരുടെ വ്യക്തിജീവിതത്തിനകത്ത് ലഭിക്കുന്ന പുത്തൻ അറിവുകൾ ഇത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് വളരെ കുറവാണ്. പക്ഷെ നമുക്ക് ഉണ്ടായ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് വ്യക്തിഗതമായി ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്പ് ചെയ്ത ഒരു സാധനം സിസ്റ്റമാറ്റിക് ആക്കി മറ്റവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നോളജ് അക്വയർ ചെയ്യാനായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. ഈ ഒരു വ്യത്യാസം അത് ഈ നമ്മുടെ ഒരു എബിലിറ്റി, നമ്മുടെ ഒരു ട്രെയ്റ്റ് എന്നുള്ള നിലവാരത്തിൽ ഒരു ജീവിയുടെ സ്വന്തം അതിനെ ഡിഫൈൻ ചെയ്യാനൊക്കെ നിലവാരത്തിൽ നമ്മളിൽ സവിശേഷമായിട്ടുണ്ട്. ഇങ്ങനൊരു സാധനം നമ്മൾ അറിയണം. അല്ല, അപ്പോൾ അതിൽ ആ മിഠായി എടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിമ്പാൻസി മിഠായി എടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഇരിക്കുമ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മിഠായി എടുക്കുക എന്നുള്ളതിനേക്കാൾ ആ പ്രോസസ്സ് ഫോളോ ചെയ്യുക എന്നുള്ളത്, പ്രോസസ്സ് ഫോളോ ചെയ്യുന്നത് വഴി അത് കൂടുതൽ മെച്ചപ്പെട്ട ലോകം ഉണ്ടാകും എന്ന് അതിന് ആ കുട്ടി അവിടെ നിൽക്കുന്ന ആ കുട്ടിക്ക് അറിയണമെന്നേ ഇല്ല. അല്ല, ഈ ട്രെയ്റ്റ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് വ്യത്യാസങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് മറ്റ് ജീവികൾ നമ്മളെപ്പോലെ ആകാതിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് മനസ്സിലാകണമെങ്കിൽ ഇതുപോലുള്ള ട്രെയ്റ്റ്സിനെ പറ്റിയും അതിന് നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനകത്ത് നമ്മൾ ഈ വരുന്ന മെക്കാനിസങ്ങൾക്കകത്ത് നമ്മൾ ഫുഡ് കഴിക്കുന്നതിനകത്ത് ഈ വേവിച്ച് കഴിക്കുന്നു എന്ന് പറയുന്ന സാധനമെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ട്രെയ്റ്റുകളാണ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അതിൽ നേരത്തെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ഈ ഒരു അവയവം ഒന്നിനു വേണ്ടി മാത്രമല്ലാതെ പല കാര്യത്തിന് ഉപയോഗിക്കുന്നു എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ കൈയുടെ കാര്യം എടുക്കുമ്പോൾ അല്ലെങ്കിൽ കാലിൻ്റെ കാര്യം എടുക്കുമ്പോഴൊക്കെ ഏതെങ്കിലും ഒരു കാര്യത്തിന് മാത്രമല്ലാതെ പലതരത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ ഈ ടൂൾ ഡെവലപ്മെൻ്റ് മേഖലകളിലും എല്ലാം ഇതുപോലെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരിക്കും മനുഷ്യൻ്റെ ഈ ടൂളിനെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് ആദ്യം കല്ലെടുത്ത് കല്ല് ചീളായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ആ കല്ലിൻ്റെ ചീള് ഉപയോഗിക്കുമ്പോൾ അത് ഏറ്റവും പരന്നത് ഏതാണെന്ന് നോക്കി അത് ഷാർപ്പാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഒരു തടിയേല പോറാനൊക്കെ പറ്റും, തടി മുറിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മൃഗത്തിൻ്റെ തോല് മുറിച്ച് അതിൻ്റെ ഇറച്ചി എടുക്കാനായിട്ട് പറ്റും. ഇതിനൊക്കെയാണ് ഈ ചീളുകൾ, കല്ലിൻ്റെ ചീള്. ആ കല്ലിൻ്റെ ചീള് ലോകത്ത് എവിടെയാണ് ഏറ്റവും നല്ല ഷാർപ്പായിട്ടുള്ളത് കിട്ടുന്നത് നോക്കിയെടുത്ത് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയുന്നതായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. പക്ഷേ അത് ഒരു സാധാരണ കല്ലെടുത്ത് പൊട്ടിച്ചാൽ അങ്ങനെ ആകും, ചീളുകളുണ്ടാകും എന്ന് കണ്ടെത്തുന്ന തൊലി പൊളിക്കാനുള്ള ഉപകരണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. വഴി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ആ ചീള് ഈ കല്ല് പൊട്ടിച്ചാലുണ്ട്. അപ്പോൾ എല്ലാ കല്ലും അങ്ങനെ പൊട്ടി ചീളാകത്തില്ല, ഷാർപ്പായിട്ട് കിട്ടത്തില്ല. അത് ചില ഇനം കല്ലുകളേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ
അവരുടെ യാത്രകളിനകത്ത് ആ ഇനം കല്ല് കണ്ടു കഴിഞ്ഞാൽ അത് സൂക്ഷിച്ച് എന്നിട്ട് അത് തല്ലി പൊട്ടിച്ച് അതുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്, ഇതൊക്കെ നമ്മൾ ആഫ്രിക്കയിലെ ശരിക്കും പറഞ്ഞാൽ ടൂൾ ഫാക്ടറി എന്നാണ് അവർ പറയുന്നത്. കല്ല് കൊണ്ട് ഈ ഇതുണ്ടാക്കിയെടുക്കുന്നത്, അത് ഒരേപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നേരത്തെ ഈ ആവർത്തിക്കുക എന്ന് പറയുന്നത് കൃത്യമായി ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് കാലത്തോളം ഈ കല്ല് ഒരുപോലെ ആ കല്ലുകളിനകത്ത് ഒരു മാറ്റവും വരാതെ ആ കല്ല് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിൽ. ഞാൻ ആദ്യമായിട്ട് ഒരു എണ്ണം എടുത്ത് ഉപയോഗിച്ച് അതേ കല്ല് അങ്ങനെ തന്നെ ഉണ്ടാക്കി സൂക്ഷിക്കുക എന്ന് പറയുന്ന സാധനം. പക്ഷേ ആ സൂക്ഷിക്കുക എന്ന് പറയുന്ന ഞാൻ വാക്ക് ഉപയോഗിക്കുമ്പം അത് ഒത്തിരി നാൾ കൊണ്ട് വന്ന ഒരു ക്വാളിറ്റിയാണ്. ഈ ഒരു ഉപയോഗമുള്ള കല്ല് ഇനി ആവശ്യം വരും എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. ഇത് കയ്യിൽ അന്ന് സൂക്ഷിക്കാനൊക്കത്തുള്ളൂ, പിടിച്ചുകൊണ്ട് നടക്കാനേ പറ്റത്തുള്ളൂ. നമ്മള് ഇവിടെ എന്താണ് മൊബൈൽ ഫോൺ ഇടാനുള്ള പോക്കറ്റൊന്നും ഉണ്ടാക്കിയ കാലമല്ല. അപ്പൊ ഇത് കയ്യിൽ പിടിച്ച് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് മരത്തെ കയറേണ്ടി വരുന്ന ഇത് വരുമ്പോൾ ഇത് കളയാനേ പറ്റുള്ളൂ. പക്ഷേ ആ കല്ല് തന്നെ നമ്മൾ സൂക്ഷിക്കുക എന്ന് പറയുന്നത് കടിച്ചു പിടിച്ച് സൂക്ഷിക്കുക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാകാം. അപ്പം അത് കൂടെ കൊണ്ട് നടക്കുക എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നതാണ്. ഒരു ആയുധം നമ്മളോടൊപ്പം കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വലിയൊരു കണ്ടുപിടുത്തമാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ ഇപ്പം നമ്മൾ വളരെ നിസ്സാരമായിട്ട് നമ്മളത് കാണുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആദ്യമായിട്ടൊരു ജീവി ഈ കല്ലിനിയും എനിക്ക് ഉപയോഗിക്കാം ഇതുപോലൊരു സന്ദർഭത്തിൽ എന്ന് വിചാരിക്കുന്നിടത്ത് എത്തിച്ചേരുക എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വർഷം എടുത്തിട്ടാണ് ഈ കല്ല് സൂക്ഷിക്കുന്നവരായിട്ട് പോകുന്നത്. മറ്റേ ഓരോ സ്ഥലത്തും ഉപയോഗിക്കാനായിട്ട് അപ്പം നോക്കുന്നതല്ലാതെ കിട്ടിയതെടുത്ത് ഉപയോഗിക്കുന്നിടത്തുനിന്ന് മാറി ഇത് സൂക്ഷിച്ചു കൂടെ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. ആ കൂടെ കൊണ്ട് നടക്കുന്നത്, അതായത് കയ്യിൽ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് കൈ ഉപയോഗശൂന്യമാക്കുന്ന ഒരു ഏരിയ അതിനുണ്ട്. അസ്വാതന്ത്ര്യം ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് ഒരു കാര്യം വേറൊന്ന് എടുക്കാനായിട്ട് വരുമ്പോൾ ഈ കയ്യിൽ ഇതിങ്ങനെ ഇരിക്കുകയല്ലേ, അതവിടെ വെച്ചിട്ട് അത് മറന്നു പോവുക എന്ന് പറയുന്നത് മറ്റേത് എടുത്തുകൊണ്ട് പോവുക എന്ന് വേറൊന്നും എടുത്താൽ ഇത് എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ വരുന്ന ഡിഫിക്കൽട്ടീസ് പരിഹരിക്കുന്നതിനുള്ള ഏരിയകളാണ് പിന്നെ ഡെവലപ്പ് ചെയ്തത്. ആ ഡെവലപ്പ് ചെയ്യുന്നത് വഴിയാണ് ഒരു വള്ളി കെട്ട് എളുപ്പം അങ്ങ് കാണുകയാണ്, അരയിലോട്ടൊക്കെ കെട്ടുന്നത് ഇയാൾ കാണിക്കുകയാണ്. അത് ഇത് ഒക്കറ് ചെയ്യുക എന്ന് പറയുന്ന എളുപ്പമല്ല. പഠനത്തെക്കുറിച്ചുള്ള റിസർച്ചുകളുണ്ട്, അതിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത് നമ്മളിപ്പോൾ വളരെ നിസ്സാരമായിട്ട് കാണുന്നത്. കുട്ടികൾ ആദ്യമായിട്ട് അവർക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർ പിന്നെ എല്ലാം അങ്ങനെ കാണും, എല്ലാം അങ്ങനെ. അതായത് വലുത് ചെറുത് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കണക്കിലൊക്കെ വലുത് ചെറുത് ഒക്കെ അവർ നോക്കുമ്പോൾ അത് വലുത് ഇത് ചെറുത്, അത് വലുത് ഇത് ചെറുത്. അല്ലെങ്കിൽ അങ്ങനെയാണ് നോളജ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഭയങ്കരമായ ഒരു ബ്രേക്ക് പോലെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സ്ഥലങ്ങളാണ്. വേലകൾ തമ്മിലുള്ള വ്യത്യാസം, ഇത് റഫാണ് ഇത് സ്മൂത്ത് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുന്ന മുഴുവൻ കാഴ്ച അങ്ങനെയായിരിക്കും. അതങ്ങനെയാണ്. അപ്പോൾ ഈ കല്ലുളി എന്ന് പറയുന്നത് നമ്മൾ പിന്നെ കാരണം നമ്മൾ ഇതിൻ്റെ ഉപയോഗിച്ച ആൾക്കാരെ ഒന്നും നമ്മൾ കാണുന്നേ ഇല്ലല്ലോ. നമ്മൾ ഈ ഉപകരണങ്ങളാണല്ലോ ലോകത്ത് കിടക്കുന്നത്, വെച്ചിട്ട് നമ്മൾ വ്യാഖ്യാനങ്ങൾ അതിനകത്തുനിന്ന് വേണം ഇതിൻ്റെ കാര്യസ്ഥനായിരുന്നു ഇത് കൈകാര്യം ചെയ്തവനെ കണ്ടെത്തേണ്ടത്. ഈ ഓരോന്നാണ്. അപ്പോൾ അവരുടെ സ്വഭാവം ഈ ഉണ്ടായിരിക്കുന്ന ഉപകരണത്തിനകത്തുനിന്ന് നമുക്ക് അത് ഉപയോഗിച്ച ആളിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ആ ചെയ്യുന്ന സമയത്താണ് ഈ കല്ലിൽ ഒരു ദ്വാരം കണ്ടാൽ മതി, അപ്പം നമുക്ക് മനസ്സിലാവും ഓക്കെ ആ കല്ലിനകത്ത് ഒരു ദ്വാരം ഇട്ട് അത് ഒരു വള്ളിയിൽ കണിശമായിട്ടും കോർത്തിട്ടുണ്ടായിരിക്കും. വള്ളി ദ്രവിച്ചു പോകും, കല്ലിനകത്ത് ദ്വാരമുള്ള കല്ലേ കിട്ടത്തുള്ളൂ. അപ്പം അത് തുളയിൽ തൂക്കിയിട്ടുണ്ടാകാം, അരയിൽ കെട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കയ്യിൽ കെട്ടിയിട്ടുണ്ടാകാം. ആ ദ്വാരം ഇടുക എന്നുള്ള ഒരു ദ്വാരം ഇടുന്ന അത് ഭയങ്കര ഡിഫറൻസസ് ആണ്. നമ്മൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് മനുഷ്യ ചരിത്രത്തിനകത്ത് ആദ്യമായിട്ട് നമ്മൾ 1.25 ലക്ഷം വർഷം കണ്ടാണെന്ന് തോന്നുന്നത് ആഫ്രിക്കയിലെ ഒരു സ്ഥലത്ത് കക്കകളുടെ നടുവിലെ ദ്വാരമുള്ള ഒരു കൂട്ടം കക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഈ ആർക്കിയോളജിക്കൽ എവിഡൻസ് ആയിട്ട്. അപ്പോഴാണ് ആ ദ്വാരമുള്ള കക്ക
എന്തായാലും അതൊരു മാലയിൽ കോർത്തതാണെന്ന് കാണാൻ പറ്റും. അപ്പം മാല കോർക്കണമെന്നുണ്ടെങ്കിൽ മാല കഴുത്തേൽ ഇട്ടിട്ട് അത് ഭംഗിയാണെന്ന് വിചാരിക്കുന്ന അവനവനെ കുറിച്ച് ഉള്ള ബോധം, അതൊക്കെ ഇങ്ങ് നമ്മളിപ്പോൾ കഥ പറയുന്നതിനകത്ത് ഇനി അറ്റത്തുള്ള കഥയാണ് ആ മാലയൊക്കെ. പക്ഷേ ഇതുപോലുള്ള വളരെ ക്രൂഷ്യലായ ഡിഫറൻസസ് ഓരോ സന്ദർഭത്തിൽ ഉണ്ടാകുന്നതിൻ്റെ അക്യുമുലേഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അറിവിന് വളർന്ന് വളർന്ന് നമ്മളെ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ, നമ്മൾ മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തമായ സവിശേഷതകൾ ആർജിക്കാനായിട്ട് നമ്മളെ സഹായിച്ചിട്ടുള്ള ചില വളരെ കേന്ദ്രമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ട്രേറ്റുകളാണ് നമ്മൾ ഈ അറിവിനെ ഉണ്ടാക്കുന്നതിന് ശുദ്ധീകരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് അനുസരിച്ച് അത് അക്യുമുലേറ്റ് ചെയ്ത് അത് വീണ്ടും പ്രയോഗിക്കാനുള്ള ഒരു എബിലിറ്റി. അതെ, ഇതിനെ അടുത്ത തലമുറയെ കാണിച്ചു കൊടുക്കുന്നതിനുമൊക്കെ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഈ ടൂൾ ഉണ്ടാക്കേണ്ടതെന്നുള്ളത്, ആ ടൂളിനകത്തുണ്ടാകുന്ന ചെറിയ വേരിയേഷൻ വരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വലിയ വ്യത്യാസങ്ങളാണ് ജീവിതത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഷാർപ്പായിട്ടുള്ളതിനൊരു പിടി ഉണ്ടാകുക എന്നുള്ളത്, മറ്റേത് രണ്ട് വിരൽ കൊണ്ട് മാത്രം പിടിക്കാൻ പറ്റുന്ന ഒരു പരന്ന കല്ലായിരിക്കും. ഇത് ആ കല്ലിൻ്റെ ഇപ്പുറത്ത് ഒരു പിടിയുണ്ടായി അതിന് നീളത്തിലെ ഒരു ഷാർപ്പ്നെസ് ഉള്ളപ്പോൾ ഹോൾഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ കുറേ കൂടെ എളുപ്പമായി മാറും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ ടൂള് കണ്ടുപിടിക്കുന്നതോടൊപ്പം നമ്മുടെ ഈ കൈയുടെ ഉപയോഗം എന്ന് പറയുന്നത് മരത്തേൽ പോകുന്നതോ കയറുന്നതോ അല്ലെങ്കിൽ ഒരു പാറ എടുക്കുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പഴം തിന്നുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് മാത്രമല്ലാത്ത ഡെക്സ്ട്രിറ്റി എന്ന് പറയും ഇംഗ്ലീഷിലെ. സൂക്ഷ്മതയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള എബിലിറ്റികളാണ് പിന്നെ അങ്ങോട്ട്. അപ്പോൾ നമ്മുടെ ഈ വിരലിൻ്റെ തുമ്പൊക്കെ ഇങ്ങനെ, ഇപ്പോൾ നമ്മൾ ചിമ്പാൻസിയുടെ വിരലെടുത്താൽ ഇതുപോലെ തന്നെ ഇരിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വരകളെല്ലാം അങ്ങനെയുണ്ട്, മനുഷ്യൻ്റെ ആണോ ചിമ്പാൻസിയുടെ ആണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത അത്രയും സമാനമാണ്. പക്ഷേ ഈ ഒപ്പോസിങ് തമ്പ്, നമ്മൾ ഇതാണ് ഏറ്റവും വലുത്. നമ്മുടെ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന വിരൽ പിടിക്കാൻ, ഓരോ വിരലയിലോട്ടും ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഈ കഴിവ്, അതൊരു ഭയങ്കര ചേഞ്ചാണ്. നമ്മുടെ കൈ എന്ന് പറയുന്നത് ചിമ്പാൻസിക്ക് ഇങ്ങനെ അത് ഈ നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന പണിയൊന്നും അത് വളരെ പാടുപെട്ട് ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ, ആ ഫ്ലെക്സിബിലിറ്റി ഇല്ല. അതുപോലെ തന്നെ ഈ ഒപ്പോസിങ് തമ്പ് ഇത്രയും നന്നായി നമ്മൾ രൂപപ്പെട്ടിട്ടില്ല. അതാണ് അതിനകത്ത് ഭയങ്കര, അത് അവർക്കിപ്പോഴും മരത്തിലൊക്കെ കയറാൻ എളുപ്പമാണ്. പക്ഷെ നമുക്ക് അത് എളുപ്പമല്ലാതായി മാറുന്നത് ഈ തമ്പ് ഇങ്ങനെ മാറുന്ന കാലിൻ്റെ കംപ്ലീറ്റ് അത് പോയി. അതേസമയത്ത് അതിന്റെ കാലയിലോട്ട് നോക്കിയാൽ അപ്പം കാണാൻ പറ്റും, ഇങ്ങനെ പിടിക്കുന്ന പോലെ തന്നെ അതിപ്പോൾ കാലുകൊണ്ട് പിടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഈ ചേഞ്ചസ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഇങ്ങനത്തെ നമ്മുടെ ബയോളജിയിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന വ്യത്യാസങ്ങളെ പറ്റിയും കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. ബയോളജിയിലായിട്ടുള്ള വ്യത്യാസങ്ങളുടെ തുടർച്ചയിലാണ് ബാക്കി ഉണ്ടായിട്ടുള്ളത്. അത് നിങ്ങൾ ബയോളജിയിൽ ഉണ്ടാകുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസൃതമായ ബയോളജിയും കൂടെ വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടാണ്. അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. ഇൻട്രാക്റ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഫീഡ്ബാക്ക് സിസ്റ്റത്തിനകത്ത് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയുന്ന പോലെ തന്നെയാണ് ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസൃതമായിട്ടുള്ള, നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ചില മസിൽ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെയാണ്. ഒരേ തരത്തിലുള്ള പ്രവൃത്തികൾ ഓരോ തരത്തിലെ ചെയ്യുമ്പോഴാണ് അതിനനുസൃതമായ ആന്തരിക ലോകവും ശാരീരികമായ മാറ്റവും ഒരേ സമയത്ത് നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അത് അങ്ങനെ മനസ്സിലാക്കുമ്പോഴേ വ്യത്യാസങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് കാണാനൊക്കത്തില്ല. ഒരു ദിവസം പെട്ടെന്ന് നമ്മളെപ്പോലുള്ള ശരീരമുള്ള ഒരു ജീവി പലപ്പോഴും കൺഫ്യൂഷൻ ഈ വ്യത്യാസം ഉണ്ടാവുന്നത് മ്യൂട്ടേഷൻ വഴിയാന്നുള്ള രീതിയിലാണ് നമ്മൾ. അല്ല, അത് എന്നാൽ ഓരോന്നും പല ലെവലിലുള്ള മാറ്റങ്ങളിലാണ്. ഈ പ്രവർത്തനങ്ങളിനകത്തൂടെ ഫീഡ്ബാക്ക് സിസ്റ്റത്തിന്, അത് നമ്മൾ ഈ ജനിതകം എന്ന് പറയുന്ന സ്ഥലത്താണ് സകല മാറ്റവും വരുന്നതെന്ന് വിചാരിക്കുന്നതാണ് ഇത് മനസ്സിലാക്കാൻ പറ്റാതായി പോകുന്നത്. അങ്ങനെയല്ല, ഒരു കഴിവോ കാര്യങ്ങളോ ഇത്തരത്തിലുള്ള മാറ്റങ്ങളോ അതിൻ്റെ സീഡ് ഫോമിലേക്ക് വീണ്ടും ജനിതകമായി മാറുക എന്ന് പറയുന്നത് ജനിതകത്തിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്. അത് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, ഈ വിത്ത് പ്രധാനവും സാഹചര്യം രണ്ടാമതുമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലായിപ്പോവും ജനിതകം മാത്രമാണെന്നുള്ള പൊസിഷൻ എടുത്ത് മനസ്സിലാക്കുമ്പോൾ.
ഇതൊരു കൊടുക്കൽ വാങ്ങലിനകത്ത് നിൽക്കുന്നതാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമുക്കിപ്പം ജനറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ എപ്പി ജനറ്റിക്സ് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ ബാധ്യത വന്നത്. കാരണം ഇത് വിശദീകരിക്കാൻ കഴിയാതെ പോയത്. മാറ്റങ്ങൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സാധനങ്ങൾ എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്? ജനറ്റിക്സ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വിത്തും അതിൻ്റെ സാഹചര്യത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ഒരു വിത്തും ലോകത്തില്ല. സാഹചര്യം കൂടി ചേർന്നേ വിത്തിൻ്റെ നമ്മൾ വിത്തും സാഹചര്യം എന്ന് എപ്പോഴും പറയുന്നത് നമ്മുടെ അറിവിന് വേണ്ടിയാണ് നമ്മളതങ്ങനെ പറയുന്നതെന്ന് മറക്കരുത്. വിത്തും സാഹചര്യവും എന്ന് നമ്മൾ പറയുന്നത് നമ്മളെപ്പോഴും സാഹചര്യമില്ലാത്ത, അത് അനുകൂലമല്ല പ്രതികൂലമാണ് എന്നൊക്കെ പറയുന്ന തരത്തിലെ സാഹചര്യമുള്ളൂ. അല്ലാതെ സാഹചര്യമില്ലാത്ത ഒരു വിത്തില്ല. ഇത്രയും നമ്മൾ അറിയണം. ഒരു വിത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാഹചര്യം കൂടി ചേർന്നതാണ്. അങ്ങനെയേ ഉള്ളൂ. സാഹചര്യം എന്ന് പറയുന്നിടത്ത് വിത്തില്ലെന്നുണ്ടെങ്കിൽ എന്തിൻ്റെ സാഹചര്യമാണ്? എന്തിനെ പറ്റിയാണ് പറയുന്നത്? അത് ഇൻസെപ്പറബിളാണ്. പക്ഷെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ സാഹചര്യമെന്നും വിത്തുമെന്ന് പറയുന്നത്. നമ്മൾ അറിഞ്ഞേ പറ്റും. ഇതൊരു വലിയ പ്രശ്നമാണ് എപ്പോഴും. ഈ ഫിലോസഫിയിലും സയൻസിലും ഒക്കെ ഉള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രോബ്ലത്തിലൊന്നാണ് എല്ലാ അറിവും ഈ വിത്തിലിരിപ്പുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സ്ഥലം. ഈ പറഞ്ഞ പോലെ നേച്ചറാണോ നർച്ചറാണോ, അതിങ്ങനെ ഈ ഡിസ്കഷനകത്ത് എവല്യൂഷൻ അറിയുന്ന ഒരാളിന് നേച്ചറാണോ നർച്ചറാണോ എന്ന് ചർച്ച ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മളാണ്. നമുക്ക് അറിയാൻ വേണ്ടി നമ്മളിടുന്ന, അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊരു വിത്തെടുത്ത് സാഹചര്യത്തിൽ നിന്ന് മാറ്റി എന്ന് നമ്മൾ പറയും. നമ്മുടെ കൈ എന്ന് പറയുന്ന സാഹചര്യമാണെന്ന് മറന്നുപോകും. വിത്ത് നമ്മളിപ്പോൾ പിടിച്ചിരിക്കുക. ആ സാഹചര്യം അതിൽ വളരാൻ അനുകൂലമല്ലാത്ത സാഹചര്യമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. സാഹചര്യം ഇല്ലാതിരിക്കുകയല്ല. അതെപ്പോഴും നമ്മൾ കാണണം. അതല്ല ഇങ്ങനെ പറയുമ്പോഴേ നമ്മൾ പ്രപഞ്ചം തന്നെയാണെന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യമാണ്. അങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്. സാഹചര്യത്തിൽ നിന്ന് മാറ്റി. അതുകൊണ്ടാണ് ഇത് പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള അറിവുകൾ നമുക്ക് ഉപയോഗപ്രദമല്ലാതെ ഇരുന്നു പോകുന്നത്. ഇതൊരിക്കലും ഈ പറയുന്ന നമ്മളിലിട്ട തുടക്കങ്ങളും നമ്മളിട്ട അതിരുകളുമാണ് അതിരുകളായി ലോകത്തുള്ളതെന്നും അത് ഒരു സമയത്തും അങ്ങനെ അല്ലാതിരുന്നിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടതാണ്. അത് നമ്മൾ അങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. അപ്പം ആ ലെവലിലെ കൊടുക്കൽ വാങ്ങലിലൂടെയാണ് ഓരോന്നും രൂപപ്പെടുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് കൈയൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ആയി മാറുന്നതെന്ന് ഓരോ സമയത്തുള്ള നമ്മുടെ അധ്വാനത്തിൻ്റെയും നമ്മുടെ പ്രവർത്തനത്തിൻ്റെയും നമ്മൾ ജീവിക്കുന്നതിൻ്റെയായിട്ടുള്ള ഓരോ മേഖലകളും നമ്മളെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന പ്രോസസ്സിലാണ് നമ്മളെപ്പോഴും ഉള്ളത്. അത് എല്ലാ ജീവികളിലും ഉള്ളതുപോലെ അതിനകത്ത് സവിശേഷമായി ആഡ് ചെയ്യുന്നതാണ് പ്രത്യേകമായി വരുന്ന പുത്തൻ ദിശകളിലേക്കുള്ള വികാസങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ തീ ഉപയോഗിച്ച് കുക്ക് ചെയ്യുക എന്ന് പറയുന്ന സാധനം കൊണ്ട് പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിന് കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കാൻ പറ്റുന്ന, ഭക്ഷണത്തിനകത്തുനിന്ന് കൂടുതൽ ഊർജ്ജം ഉപയോഗിച്ച് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സംഭവം വരുന്നതും, കൈ എന്ന് പറയുന്ന സാധനം മരത്തിൽ കയറി ഇറങ്ങുക അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ എടുക്കുന്നത് മാത്രമല്ലാതെ വളരെ സൂക്ഷ്മമായ പ്രവൃത്തികളിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അത് ആ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി കൈക്ക് കൂടുതൽ ആ പ്രവൃത്തി ചെയ്യാനുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി, അല്ലെങ്കിൽ വിരുത് അതിനുള്ള വിരുതുകളുണ്ടായി എടുക്കുന്ന രീതിയിൽ അത് ആ കൈയും കാലും എല്ലാം അതിന് അനുകൂലമായി മാറുന്നുണ്ട്. ഇതാണ് പ്രാക്ടീസസ് കൊണ്ട് നമുക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. അപ്പോൾ ഇത് എല്ലാ സെക്കൻഡിലും ജീവൻ്റെ ഇടപെടലിനകത്ത് ചുറ്റുപാടുമായി ഇടപെടൽ നടക്കുന്നതിനകത്തെല്ലാം ഈ തരത്തിലുള്ള വ്യത്യാസങ്ങൾ രൂപപ്പെടുന്നത് വഴിയാണ് ഒരു എബിലിറ്റി ഉണ്ടാകുന്നത്. അത് ഇത് മനുഷ്യർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, മനുഷ്യരുടെ സവിശേഷതയാണ് ഞാൻ പറഞ്ഞതെന്നുള്ളേ ഉള്ളൂ. ഇതിപ്പം കൊമ്പ് ഉപയോഗിക്കുന്ന, പല്ലുപയോഗിക്കുന്ന ജീവികളിലെല്ലാം ഓരോ തരത്തിലുള്ള എബിലിറ്റികൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് കാണുന്നത്. ശരിക്കും മനുഷ്യനിൽ മാറ്റം ഇങ്ങനെ ഉണ്ടാവണമെന്ന് പറയണത് മനുഷ്യൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുമല്ലോ മാറ്റമാണ് സ്ഥായി ആയിട്ടുള്ളത്. അത് പ്രപഞ്ചത്തിന് അല്ല അതല്ല. അപ്പം നമ്മളത് അങ്ങനെ പറയുമ്പോഴേ
നമ്മൾ പ്രകൃതി മാറിക്കൊണ്ടിരിക്കണു, നമ്മളിങ്ങനെ മാറാതിരിക്കണം. അങ്ങനെയാണ് അത്. നമ്മൾ മാറാതിരിക്കുന്നു എന്ന് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ. ഞാൻ ആരാണെന്നൊക്കെ ഉള്ള ചോദ്യമൊക്കെ ചോദിക്കുന്ന എപ്പോഴാണ് ഈ മാറാതെ ഒരെണ്ണം ഇവിടെ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇപ്പം നമ്മുടെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തമായിട്ട് പറയാവുന്നതാണ് സത്യം. മാറാത്ത ഒരു സത്യം, അങ്ങനെയുള്ള വാല്യൂസ് പറയുന്നത് പോലെ തന്നെയാണ് സത്യം. ഒരിക്കലും മാറാത്ത സത്യം. എന്നിട്ട് അത് അന്വേഷിച്ച് നടക്കുക എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള അസംബന്ധം പിടിച്ച ലോകവീക്ഷണം കൊണ്ടാണ് അത് മനസ്സിലാക്കാൻ പറ്റാതായി പോകുന്നത്. നിരന്തരം മാറുന്ന പ്രപഞ്ചത്തിനകത്ത് നിരന്തരം മാറി തുടരുക എന്ന് പറയുന്ന പ്രവൃത്തിയാണ് ജീവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയ്ക്കകത്ത് വ്യത്യസ്തതകളോടെ തുടരുന്നതാണ് എല്ലാ ജീവികളും. ഇത്രയേ ഉള്ളത്. അത് ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇൻട്രാക്റ്റീവായിട്ട് എല്ലാത്തിലും നിരന്തരം ഇടപെട്ടിട്ടുണ്ട്. അത് ചുറ്റുപാടുമായി താൻ എനിക്ക് ചുറ്റുപാടാണെന്ന് അറിയണം. ചുറ്റുപാട് എന്ന് പറയുമ്പോൾ അത്രയേ ഉള്ളൂ, അത്രയാണ്. അല്ലാതെ ഞാൻ തനിക്ക് ചുറ്റുപാടും എനിക്ക് നിങ്ങളെ ചുറ്റുപാടും എന്ന് പറയുന്ന നിലവാരത്തിലാണ് നമ്മൾ ചുറ്റുപാടിനെ എപ്പോഴും അറിയേണ്ടത്. എപ്പോഴും ഒരു കേന്ദ്രം സബ്ജക്റ്റായിട്ട് ഫീൽ ചെയ്യുന്ന ജീവൻ്റെ അനുഭവം എന്ന് പറയുന്നത് ആരാണോ അനുഭവകർത്താവായിരിക്കുന്ന വശു ബാക്കി മുഴുവൻ സാഹചര്യമായി മാറുമ്പോൾ നമ്മളെപ്പോലുള്ള കർത്താക്കളെല്ലാം സാഹചര്യമായി മറ്റുള്ളവർക്ക് മാറും എന്നുള്ള കാര്യവും ഇതിൻ്റെ കൂട്ടത്തെ എപ്പോഴും ഓർക്കണം. അല്ലാതെ നമ്മൾ ഒരാൾക്ക് സ്ഥിരമായി സാഹചര്യമാകാതെ കേന്ദ്രമായിരിക്കുകയല്ല. വേറെ ജീവനെല്ലാം നമ്മൾ സാഹചര്യമായി മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. നമ്മളൊരു ആവാസ വ്യവസ്ഥയാണ്. ബാക്ടീരിയയ്ക്കും കൊച്ചു കൊച്ചു ജീവികൾക്കും ഒക്കെ നമ്മളൊരു ആവാസ വ്യവസ്ഥയാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമുക്ക് ഒരിക്കലും ഈ സാഹചര്യം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് ഭിന്നമായി വേറൊന്നാണെന്ന് വിചാരിച്ചു. ഒരു സമഗ്രതയിൽ മനസ്സിലാക്കുക, അതേസമയം പാർട്ടായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മനുഷ്യനിടുന്നതാണ് കാറ്റഗറികളെന്ന് മറക്കാതിരിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഏത് ഡിസ്കഷനകത്തും നമ്മൾ എപ്പോഴും കാണേണ്ട ഒരു ഏരിയയാണ് നമ്മളിടുന്നത്. അതാണ് നമ്മളിടുന്നതാണ് തുടക്കങ്ങളെന്നും നമ്മളിടുന്നതാണ് അവസാനങ്ങളെന്നും അല്ലാതെ പ്രപഞ്ചത്തിന് തുടക്കമില്ലെന്നും അവസാനമില്ലെന്നും ഞാൻ പറയുന്ന പോയിന്റ് ഈ തരത്തിൽ ഇതിനെ വിഷയങ്ങൾ. പക്ഷേ മനുഷ്യർക്ക് തുടക്കങ്ങൾ ആവശ്യമാണ്. മനുഷ്യർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ തുടക്കങ്ങൾ എവിടെന്നെങ്കിലും തുടങ്ങണം. അത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അത് മനുഷ്യന്റെ ആവശ്യം മാത്രമാണ്, മനുഷ്യന്റെ ആവശ്യമാണ്, അത് അത്യാവശ്യമാണെന്നും തുടക്കങ്ങൾ അങ്ങനെ നമുക്കത് കൺസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരേ സമയത്ത് തന്നെ നമ്മൾ ഇത് രണ്ടും ഒരേപോലെ അറിയണം. നമുക്ക് ആവശ്യമാണെന്നും എന്നാൽ അത് പ്രപഞ്ചത്തിനകത്ത് അങ്ങനെ അല്ല എന്നുള്ളതും കൂടെ അറിയാം. നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ തരത്തിലുള്ള എല്ലാ ഡിസ്കഷനകത്ത്. തീ കണ്ടുപിടിച്ചപ്പം ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കൂടുതൽ സാധ്യമായി എന്ന് പറയണത് ഇപ്പോൾ രണ്ട് കാര്യം. ഒന്ന്, എനർജി ദഹനത്തിന് ഉപയോഗിക്കാനുള്ള എനർജിയുടെ അളവ് കുറഞ്ഞു. രണ്ടാമത് നമ്മൾ ഭക്ഷണത്തിൻ്റെ വൈവിധ്യം കൂടി, ഒരുപാട് കൂടുതൽ സാധനങ്ങൾ ഭക്ഷിക്കുക എന്നുള്ളതായി. അപ്പോൾ പിന്നെ ഭക്ഷണത്തിന് നമ്മൾ മുന്നേ അലഞ്ഞിരുന്ന പോലെ അത്രയ്ക്ക് അലയാതെ തന്നെ ഭക്ഷണം അവൈലബിളായി. നേരത്തെ തിന്നാൻ കഴിയാതിരുന്നതെല്ലാം നമുക്ക് തിന്നുന്ന ആയിട്ട് മാറുന്നുണ്ട്. അത് തന്നെ നമ്മൾ ഭക്ഷണത്തിൻ്റെ ഇതെടുക്കുമ്പോൾ സ്പെഷ്യലൈസേഷൻ ഉണ്ടായിപ്പോയിട്ടുണ്ട് ഒരുവിധമുള്ള എല്ലാ ജീവികൾക്കും. അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഏത് ഭക്ഷണമാണ് എന്ന് പറയുന്നത് അങ്ങനെ സവിശേഷമായ ഇതില്ലാത്ത സ്പെഷ്യലൈസേഷൻ ഇല്ലാത്ത ഒരു ജീവിയാണ് നമ്മൾ. അത് നമ്മുടെ റേഞ്ച് ഇത്രയും വളരെ വലിയ റേഞ്ചാണ്. അതുകൊണ്ടാണ് നമ്മളെ ഇപ്പോൾ കാർണിവോറസ് അല്ലെങ്കിൽ ഹെർബിവോറസ് എന്ന് പറയുന്ന ഡിവിഷൻ മാത്രമല്ല, ഓംനിവോറസ് എന്ന് പറയുന്ന സെക്ഷനിനകത്താണ് നമ്മളെപ്പോലുള്ള ജീവികളെ വെക്കുന്നത്. നമ്മൾ എന്തും ആഹാരമാക്കാനായിട്ട് എഡിബിൾ എന്ന് പറഞ്ഞാൽ ദഹിക്കുന്നതായിട്ടുള്ളത് ഏതും നമ്മൾ കഴിക്കുന്നവരായിട്ട്, അല്ല ദഹിക്കാതിരുന്നതും അല്ല. ഇപ്പോൾ പാറ നമ്മൾ ദഹിപ്പിക്കാനൊക്കത്തില്ലല്ലോ. അപ്പം ഞാൻ പറയുന്നത് എഡിബിളായിട്ട് തിന്നാൻ ഏതെങ്കിലും ഒരു ജീവിക്ക് തിന്നാൻ കഴിയുന്നതാണെങ്കിൽ അത് നമുക്കും തിന്നാൻ പറ്റുന്നതായിട്ട് മാറ്റുന്നതിന് നമ്മൾ തീയുടെ സഹായം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരുവിധമുള്ള എല്ലാ സാധനത്തിനെയും തിന്നുന്ന ഒരു ജീവിയായിട്ടാണ് നമ്മളുള്ളത്. ഇതുകൊണ്ടാണ് നമുക്ക് ലോകത്തുള്ള ഏത് ക്ലൈമറ്റിലും ഇപ്പോൾ നമ്മളൊക്കെ അറിയുന്ന അവിടെ എല്ലാം നമ്മൾ ജീവിക്കുന്നു. മറ്റേ അല്ലെന്നുണ്ടെങ്കിൽ ഭൂമിത്തിരേഖയിലുള്ള സാഹചര്യത്തിനകത്തുള്ള സൗകര്യങ്ങളിനകത്ത് ജീവിക്കുന്നതാണ് ജീവികളിൽ കൂടുതലും. മറ്റതിനകത്ത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കഴിവുകൾ നേടിയിട്ടുള്ളവർക്ക് മാത്രമേ അല്ലാത്തടത്തിട്ട് പോകാനൊക്കത്തുള്ളൂ.
നമ്മൾ ഈ വലിയൊരു റേഞ്ചുള്ള ജീവിയായി മാറുന്നത് ഈ പറയുന്ന അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഈ എബിലിറ്റിയാണ്. ഏതും ഭക്ഷണമാക്കി മാറ്റാൻ എഡിബിളായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ദഹിക്കുന്നതായിട്ടുള്ള എന്തും ഭക്ഷണമാക്കി മാറ്റാനുള്ള ഒരു കഴിവാണ് നമ്മളെ സവിശേഷമായ എല്ലാ മേഖലകളിലും അഡാപ്റ്റ് ചെയ്ത് അവിടെ എല്ലാം ജീവിക്കാനൊക്കെ. ഇപ്പോൾ നമ്മളിങ്ങനെ ആർട്ടിക്കിലൊക്കെ നമുക്ക് ആലോചിക്കാനൊക്കത്തില്ല. കണ്ണെത്താത്ത ദൂരത്തിൽ 6-8 മാസം മഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ചിലയിടത്ത് മുഴുവൻ സമയത്ത് മഞ്ഞുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ അവിടെയും മാനിനെയോ മീനിനെയോ തിന്ന് ജീവിക്കുന്നുണ്ടാവും. അതാണ് കാരണം. ഈ വെള്ളത്തിനടി ഐസ് പൊട്ടിച്ച് ഐസിൻ്റെ താഴെയുള്ള വെള്ളത്തിലുള്ള മീനിനെ പിടിക്കാൻ പറ്റും എന്ന് കണ്ടുപിടിച്ച് അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്രെയിൻ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ തീയുടെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഭക്ഷണം അവൈലബിളായി. അപ്പോൾ അതുകൊണ്ടുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് അത് ആ മാറ്റങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് ഈ കോഗ്നിറ്റീവ് എന്ന് നമ്മൾ പറയുന്ന മറ്റ് ജീവികൾക്ക് സവിശേഷമായിട്ട് നമ്മളിപ്പോൾ എല്ലാത്തിനെയും നോക്കുന്നത് അതിന് നമ്മളോളം ബുദ്ധിയുണ്ടോ എന്നാണ്. പക്ഷെ ബുദ്ധി എന്ന് പറയുന്നതിനെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ജീവിക്കാനുള്ള അറിവിനെയാണ് ശരിക്കും പറഞ്ഞ ബുദ്ധിയായിട്ട് കാണേണ്ടത്. അതിനകത്ത് കൗശലത്തോടെ പെരുമാറുക എന്ന് പറയുന്നത് ഏറ്റവും കരവിരുതോടെ ഒരു കാര്യം ചെയ്യുന്നതിനുള്ള കഴിവ് ഈ മേഖലയാണ് നമുക്ക് പിന്നെ അങ്ങോട്ട് വികസിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ കഴിവായിട്ട് മാറുന്നത് ഭാവി എന്ന് പറയുന്ന അത് കൺസെപ്ച്വലൈസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ മുൻകൂട്ടി കാണാൻ അവിടെയാണ് നമ്മൾ ഈ കല്ല് കൊണ്ടു നടന്ന കല്ല് കയ്യിൽ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ഇനി ഉപയോഗം വരും എന്ന് പറയുന്ന സ്ഥലത്തിൽ ഒരു പ്രഡിക്ഷനാണ്. അവിടെ ഒരു പ്രഡിക്റ്റീവായിട്ട് ഈ സന്ദർഭത്തിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും എന്ന് കണ്ടെത്താൻ കഴിയുന്ന. അതുകൊണ്ട് ഭാവി അറിയുന്ന ജീവിയാണ് മനുഷ്യൻ ശരിക്കും. അത് ശരിക്കും ഭാവി എന്ന് പറയുമ്പോൾ അവിടെ ഇരിപ്പില്ലേ. ഈ പറഞ്ഞ പോലെ നിരന്തരമായ ഇൻട്രാക്ഷനിൽ കൂടെ രൂപപ്പെടുന്ന ഏറ്റവും വലിയ രസം ഞാൻ നമ്മൾ എങ്ങോട്ടാണോ മുഖം തിരിച്ചിരിക്കുന്നതാണ് ഭാവി. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ മുമ്പോട്ട് നമ്മളെ കാണുന്നുണ്ട്, ഭാവിയിലോട്ടല്ലയോ നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഭാവി എപ്പോഴും പിന്നലാണ്. പക്ഷെ തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അപ്പം ഭാവി അപ്പം അതുവരെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിഞ്ഞു പോകുന്നു എന്ന് എപ്പോഴും പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ മുന്നേ ഇവിടെ എന്ന് പറഞ്ഞാൽ എവിടെ എന്ന് പറഞ്ഞ പോലത്തെ ഒരു ആ സാധനമൊക്കെ നമ്മൾ ഇതുപോലെ ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് അറിയേണ്ടതാണ്, മറന്നുപോകാതെ അറിയേണ്ടത്. നേരത്തെ പറഞ്ഞ പ്രപഞ്ചത്തിനകത്ത് പല ദിക്കിലേക്ക് യാത്ര ചെയ്തുകൊണ്ടാണ് എപ്പോഴും ഇരിക്കുന്നതെന്ന് അറിയുന്നത് പോലെ അറിയേണ്ടത് മറന്നുപോയിക്കൂടാത്തതുമായിട്ടുള്ള അടിസ്ഥാന അറിവുകളാണ് എവിടാണ് എവിടെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. ആരാണോ ചിന്തിക്കുന്നത്, ആരാണോ അറിയുന്നത്, അവരാണ് ഇവിടം. അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഞാൻ ഇവിടെ എന്ന് നമ്മൾ പറയുന്നത് ആരാണോ അറിയുന്ന ഇടം, അറിയുന്ന ആ പോയിൻ്റ്, അത് നമ്മുടെ ആന്തരികമായ ഒരു അനുഭവമായിട്ടാണ്. അല്ല, അപ്പോൾ ഈ പറയുന്ന പോലെ അറിയുന്ന പോയിന്റ് അത് എങ്ങോട്ടാണോ മുഖം തിരിച്ചിരിക്കുന്നത് അതാണ് ഭാവി. അങ്ങനെയാണ്. അങ്ങനെ അല്ലാതൊരു ഭാവിയെ പറ്റി നമുക്കൊരിക്കലും അതിൻ്റെ പുറകുവശമാണ് ഭൂതം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു വന്നിട്ട് ഞാൻ തിരിച്ചു പോയി എന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ തിരിച്ചു പോയ ഭാവിയിലുള്ള വീടേ എടുക്കത്തുള്ളൂ. കാരണം വീടിനകത്തുള്ളതെല്ലാം പലതും മാറി അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, വേറെ ആൾക്കാർ അവിടെ ഇരിക്കുന്നതൊക്കെ. അച്ഛൻ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ നീ പോയതിൻ്റെ പുറകെ പോയി എന്ന് പറയും. അപ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത്, നമ്മൾ വിട്ടിട്ട് പോയ ആ വീട് മാറിപ്പോയ വീട്ടിലോട്ടാണ് നമ്മൾ തിരിച്ചു പോയതെന്ന് നമ്മൾ വിചാരിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരിക്കലും നമുക്ക് തിരിച്ചു പോകാനൊക്കത്തില്ല. നമ്മൾ ഈ വഴിയൊക്കെ പറയുമ്പോഴേ കുറച്ച് പോയ ഒരു പട്ടി കിടക്കുന്നുണ്ടാവും, പട്ടി കിടക്കുന്ന സ്ഥലം കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് തിരിച്ചു പോകാനാണോ അങ്ങനെ അതുപോലത്തെ അടയാളങ്ങളാ പറയുന്നുണ്ടെങ്കിൽ ആരും എത്തത്തില്ല. അല്ല, ഈ മാറ്റത്തിൻ്റെ ഒരു റേഞ്ച് പറഞ്ഞതാണ്. അപ്പോൾ കുറേ നമുക്ക് കോൺക്രീറ്റ് ആയിട്ട് അനുഭവിക്കും. പിന്നെ അതുപോലെ ഈ പ്രഡിക്ഷൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട് നമ്മളിത് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ നമ്മുടെ തീയുടെ ഉപയോഗവും അതുപോലെ തന്നെ ഉപകരണങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അതാണ് രണ്ട് വലിയ സ്റ്റെപ്പ് നമ്മുടെ ജീവിതത്തിനകത്ത്, മനുഷ്യ ജീവിതത്തിൽ എവല്യൂഷണറി ആയിട്ട് ഏറ്റവും അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത്
നേരത്തെ അതുവരെ ഉണ്ടായിരുന്ന ജീവികളുടെ തുടർച്ചയിൽ നമുക്ക് ജീവിക്കാൻ കഴിയാത്തത്രയും നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്ന കാര്യമാണ്. ഉപകരണങ്ങൾ ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കുന്നതോടെ മനുഷ്യനെന്ന് പറയുന്ന ജീവി മറ്റ് ജീവികളെ ആഫ്രിക്ക വിട്ടിട്ട് പോകുന്നു എന്ന് നമ്മൾ പറയാവുന്ന പോലെ മാറിപ്പോയി. ആഫ്രിക്കയിലുണ്ടായിരുന്ന മനുഷ്യരും അല്ല, ആഫ്രിക്ക പറയാനല്ല ഞാനിത് പറഞ്ഞത്. മനസ്സിലായി. അല്ല, അത്രയും വ്യത്യാസം ഉണ്ടാക്കി ആ ഒരു ഗ്യാപ്പ് അത്രയും വലിയൊരു ഗ്യാപ്പാണ് പിന്നെ അങ്ങോട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് മിനുക്കാൻ അല്ലെങ്കിൽ അത് കൂടുതൽ സൗകര്യപ്രദമാക്കാൻ ചെയ്യുന്നതിനനുസരിച്ചുള്ള ബ്രെയിനും കൂടെ ഈ കൈ കൊണ്ട് ആ ഉപകരണം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആ ഉപകരണത്തിന് കുറച്ചുകൂടെ ദൂരത്തോട്ട്, അതാണ് ഏറ്റവും വലിയ പിന്നത്തെ കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് തൊട്ടടുത്ത് പ്രവർത്തിക്കാനുള്ള നമ്മുടെ കഴിവിൽ നിന്ന് ഭിന്നമായി ദൂരെ പ്രവർത്തിക്കാനുള്ള കഴിവായിട്ട് ഈ എബിലിറ്റികൾ മുഴുവൻ മാറ്റുന്നതാണ് ഇത് വലിയൊരു വ്യത്യാസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കല്ലെടുത്ത് നമ്മൾ തല്ലി നട്ട് പൊട്ടിക്കുന്നു എന്ന് പറയുന്നത് പോലല്ല, കല്ലെടുത്ത് എറിയുക എന്ന് പറയുന്നത്. മാവേലെറിഞ്ഞ് മാങ്ങ എറിഞ്ഞ് മാങ്ങായി ഇടുക എന്നാണ്. അത് ദൂരെ പ്രവർത്തിക്കാനുള്ള നമ്മുടെ നേരത്തെ നമ്മൾ ഇന്ദ്രിയങ്ങളെ പറ്റി പറയുമ്പോൾ അവിടെയാണ് ഈ കോഗ്നിഷൻ അതിനകത്തുണ്ടായ ഏറ്റവും വലിയ വ്യത്യാസം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ദൂരെ കണ്ട് ഉന്നമുണ്ടായി എറിയാൻ കഴിയുക എന്ന് പറയുന്നത് ഇത് ജീവികളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാമ്പൊക്കെ വിഷം ചീറ്റുന്ന ഇതുണ്ട്. അതുപോലെ തന്നെ ഒരു കിളി പറന്ന് താഴെ പോയി മീനെ കൊത്തിക്കൊണ്ട് വരുന്ന സാധനമുണ്ട്. ഇതൊക്കെ ദൂരെ കണ്ട് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. പക്ഷെ അതേ സമയത്ത് നമ്മളെ ശരീരം തന്നെയാണ് അവിടെ പോയി അത് പ്രവർത്തിക്കുന്നത്. ഇത് നേരെ തിരിച്ചാണ്, നമ്മളൊരു ഉപകരണമാണ് നമ്മൾ അങ്ങോട്ട് വിടുന്നത്. അപ്പം ഇത് ജീവികൾ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ കുറച്ച് ജീവികൾ ചെയ്യുന്നുണ്ട്. ഈ ചില മീനുകളൊക്കെ വെള്ളം ചീറ്റിച്ച് വിടുക എന്ന് പറയുന്ന സാധനമൊക്കെ ചെയ്യുന്നുണ്ട് പ്രാണികളെ. അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് മനുഷ്യൻ്റെ സവിശേഷമായ ഏരിയകളിൽ അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ടെക്നോളജി, ഈ സാങ്കേതികമായ കഴിവുകൾ പോലെ തന്നെ ജീവികൾ ജീവിക്കാനായിട്ട് ഇത്തരത്തിലുള്ള പലതും വികസിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇല്ലെന്ന് നമ്മൾ വിചാരിക്കരുത്. പക്ഷേ അതിൻ്റെ മുകളിലല്ല അവർ ഏറ്റവും കൂടുതൽ പിന്നെ പ്രവർത്തിച്ചിട്ടുള്ളത്. നമ്മൾ ആ മേഖലയിലാണ് വീണ്ടും വീണ്ടും നമ്മുടെ ഈ ബ്രെയിനും നമ്മുടെ ഈ പ്രവൃത്തിയും തമ്മിലുള്ള ഒരു കാര്യകാരണ സംബന്ധമായ അറിവ് രൂപപ്പെടുത്തുന്ന നിലവാരത്തിൽ നമ്മുടെ പെർസെപ്ഷൻ മാറുന്നുണ്ട്. ഇതാണ് അത് ഈ മൊത്തം കോണ്ടെക്സ്റ്റിലാണ് ഈ ഭാഷയുടെ ഒരു രൂപീകരണം. അത് ഭാഷ വരുന്നതും ഇതുപോലെ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തൊണ്ടയും നമ്മുടെ ശരീരത്തിനകത്ത് ശബ്ദം ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമ്പോൾ തന്നെ അത് വളരെ സട്ടിലായി നിയന്ത്രിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വഴിയാണ് ഭാഷയാക്കാൻ കഴിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ശബ്ദം ഉണ്ടാക്കാനായിട്ട് ഒരുവിധമുള്ള വലിയ ജീവികൾക്കെല്ലാം കഴിയും. ചെറിയ കൺട്രോൾ സിസ്റ്റങ്ങൾ അനുസരിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിളികൾക്കാണ് അത് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിഞ്ഞാൽ വികസിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളെപ്പോലെ തന്നെ നമ്മൾ പറയുന്ന ഭാഷ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആ ജീവികൾക്ക് കഴിയുന്നത്. അതേസമയത്ത് വേറെ ഏതെങ്കിലും ഒരു പ്രൈമേറ്റിനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വളർത്തുന്ന ഇപ്പോൾ പട്ടിക്കോ പൂച്ചയ്ക്കോ ഒന്നും അങ്ങനെ ശബ്ദം നമ്മൾ ചെയ്യുന്ന മോഡുലേഷൻ വരുത്താൻ അതിന് കഴിയത്തില്ല. പക്ഷേ മറ്റത് പാട്ട് പാടാനായിട്ട് ശ്രമിച്ചിട്ട് വളരെ സട്ടിലായിട്ടുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിക്കാനായിട്ട് കിളികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടാണ് മനുഷ്യൻ്റെ സവിശേഷമായിട്ടുള്ള നിലവാരത്തിലുള്ള ശബ്ദങ്ങൾ അതിന് പുറപ്പെടുവിപ്പിക്കാൻ കഴിയുന്നത്. പക്ഷേ അതിനകത്ത് മീനിങ് അതിന് കണ്ടെത്താനായിരിക്കും കഴിയത്തില്ല. ഒരു കാര്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആ ശബ്ദം അതുപോലെ അനുകരിക്കുക എന്ന് പറയുന്ന നിലവാരത്തിൽ ശബ്ദങ്ങളെ അത് അനുകരിക്കുന്നുണ്ടാവും. പക്ഷെ അത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഈ പറയുന്ന തൊണ്ടയും അതിനോട് അനുബന്ധമായിട്ടുള്ള ലാറിങ്സ് എന്ന് നമ്മൾ പറയുന്ന ആ സാധനങ്ങളെല്ലാം അവർ നമ്മുടെ ലാറിങ്സ് ഈ ചിമ്പാൻസി താഴോട്ട് ഇറങ്ങിയാണ് നിൽക്കുന്നത്. അതുപോലെ നമുക്കവിടെ രണ്ട് ഈ വാൽവ് സിസ്റ്റമൊക്കെ തൊണ്ടയ്ക്കുള്ളത് കാരണം കൊണ്ട് വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ കാര്യം പറയുന്ന സമയത്ത് ആ വാൽവ് അടയുകയും തുറക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഭക്ഷണം നേരെ പോകുന്നത്, അല്ലെങ്കിൽ ലങ്സിലേക്ക് പോകും. അപ്പോഴാണ് നമ്മൾ തൊണ്ടയ്ക്ക് കുടുങ്ങി ചത്തെന്നൊക്കെ പറയുന്നതൊക്കെ ആ വാൽവ് വളരെ കൃത്യമായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്തേ പറ്റൂ. ഇതൊരു വലിയൊരു ഒരു ബയോളജിയിൽ നമുക്കുണ്ടായ ഒരു മാറ്റമാണത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മറ്റുള്ള ഏതെങ്കിലും ഒരു എബിലിറ്റി ഉണ്ടാകുന്ന പോലല്ല. ശരീരത്തിനകത്ത് അത്തരത്തിലുള്ള മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് വർഷം കൊണ്ട് ഉണ്ടാകുന്നതാണ് നമ്മൾ കാണേണ്ടതുണ്ട്. അത്രയും നീണ്ടൊരു ഇൻട്രാക്ഷൻ നാളിനകത്ത് ശബ്ദം
നമ്മൾ ഇന്ന് പറയുന്ന ഭാഷയായി മാറാതിരിക്കുന്ന സമയത്ത് പോലും സട്ടിലായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനുള്ള എബിലിറ്റി നമ്മളിൽ വളരെയധികം മറ്റ് ജീവികളെക്കാളും കൂടുതലുണ്ടായിട്ട് ലക്ഷക്കണക്കിന് വർഷമായെന്ന് നമ്മൾ അറിയുകയും വേണം. ശബ്ദം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ സട്ടിലായ നിലവാരത്തിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കാനുള്ള എബിലിറ്റി നമ്മുടെ തൊണ്ടയ്ക്ക് മാറ്റം വരുന്നതുകൊണ്ട് നമ്മൾ അത് ചെയ്തിരുന്നു എന്നുള്ള കാര്യം മറക്കുകയും ചെയ്തുകൂടാ. അല്ലാതെ ഒരു ദിവസം ഭാഷ പറയാൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക സന്ദർഭത്തിനകത്ത് കുറച്ച് നാളിന് മുമ്പ് ഭാഷ രൂപപ്പെടുന്ന പോലെ കണ്ടുകൂടാ. ആയിരക്കണക്കിന് വർഷം കൊണ്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഒരു പ്രോസസ്സാണത്. അത് ഈ പറയുന്ന കൊടുക്കൽ വാങ്ങൽ പോലെ തന്നെ ഫീഡ്ബാക്ക് സിസ്റ്റത്തിനകത്ത് ബ്രെയിനും കൈയും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ഇടവും തമ്മിലുണ്ടാകുന്ന ബന്ധത്തിനകത്തൂടെ രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ്. അതിനനുസരിച്ചിട്ടാണ് അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ശാരീരികമായി മാറി വന്നിട്ടുള്ളത്. അത് അനുകൂലമായ മ്യൂട്ടേഷൻസ് ഉണ്ടാക്കും. ഇവിടെ നമ്മൾ ഈ എപ്പിജനറ്റിക്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ജീവന് അതിൻ്റെ ഉന്മുഖത്വത്തിലൂടെ അനുസൃതമായിട്ടുള്ള എങ്ങനെയും സംഭവിക്കുന്ന മ്യൂട്ടേഷൻസ് മാത്രമല്ല, അനുകൂലമായ മ്യൂട്ടേഷൻസ് നമ്മുടെ ഇത്തരത്തിലുള്ള നീഡ് അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകും എന്ന് പറയുന്ന നിലവാരത്തിൽ അതിനെ മനസ്സിലാക്കി പറ്റും. അല്ലാതെ മാറ്റം ഉണ്ടായതിനനുസരിച്ച് ചുമ്മാതങ്ങ് സംഭവിക്കുന്ന നിലവല്ല. റാൻഡം മ്യൂട്ടേഷൻ്റെ നമ്മൾ അതിൻ്റെ എത്ര കണക്കെടുത്ത് നമ്മൾ പഠിച്ചാലും ശരി, റാൻഡം മ്യൂട്ടേഷനായിട്ട് വെച്ചിട്ട് നമ്മളിത് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കോടിക്കണക്കിന് വർഷം വേണ്ടി വരും അത് ഉണ്ടായിക്കൊള്ളാം. നമ്മൾ അങ്ങനെ വരുത്തേയില്ല. അവിടെയാണ് ഈ ജീവൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിന് വേണ്ടി അത് ശ്രമിക്കുന്ന സമയത്ത് അനുകൂലമായ മ്യൂട്ടേഷൻസ് ഉണ്ടാകുമെന്ന് പറയുന്ന നിലപാടേ സത്യത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല, ഒരിക്കലും പറ്റും. ഇത്രയും മാറ്റങ്ങൾ ഇത്രയും അനുകൂല മാത്തമെറ്റിക്കലി നമ്മൾ നോക്കിയാൽ മതി. റാൻഡം മ്യൂട്ടേഷൻ കൊണ്ട് ഒരു ഇത്രത്തോളം കഴിവുള്ള ഒരു ജീവി രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് വർഷം വേണ്ടി വരും. നമ്മളെപ്പറ്റി ഇത് നമ്മൾ പറയുമ്പോൾ തന്നെ ഡയറക്ഷൻ ഇല്ലാതെ അങ്ങനെ പറ്റില്ല. ഇത് ഇവിടെയാണ് നമുക്ക് ജനറ്റിക്സും എപ്പിജനറ്റിക്സും പറയാൻ ബാധ്യത വന്നത്. ജനറ്റിക്സിന് പുറത്ത് മറ്റെന്തോ ഒന്ന് വർക്ക് ചെയ്യുന്നു എന്ന് പറയാൻ ബാധ്യത വന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് എപ്പിജനറ്റിക്സ് എന്ന് പറയേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, വിത്ത് സാഹചര്യമില്ലാത്തൊരു വിത്തില്ല എന്ന് അറിയുന്നത് പോലെ അറിയേണ്ടതാണ്. ജീവൻ എന്ന് പറയുന്നത് പാറ പൊടിഞ്ഞ് മണ്ണാകുന്ന പ്രോസസ്സല്ല. ജീവൻ അതിന് ചുറ്റുപാടിനെ അതിനനുകൂലമാക്കിയെടുക്കുന്നു. അതിനകത്തൊരു ഉദ്ദേശം, ഒരു ഇൻറ്റൻഷനുണ്ട്. ആ ഇൻറ്റൻഷൻ അതിന് ഈ നാച്ചുറൽ സെലക്ഷൻ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന സമയത്ത് വളരെ റാൻഡം മ്യൂട്ടേഷൻ കൊണ്ട് സംഭവിച്ചു പോയത് മാത്രമായിട്ട് നമ്മളതിനെ പറഞ്ഞാൽ അനുകൂല സാഹചര്യം വരുമ്പോൾ നിലനിൽക്കണോ, അല്ലാത്തത് നമ്മൾ അത് ആ ഒരൊറ്റ പ്രോസസ്സ് കൊണ്ട് ഇതിനെ വിശദീകരിക്കാൻ നമ്മൾ പോയാൽ ഒരിക്കലും നമ്മളെപ്പോലൊരു ജീവി രൂപപ്പെട്ടതിനെ വിശദീകരിക്കാനേ പറ്റില്ല. അതേസമയത്ത് ജീവൻ്റെ വശം എന്ന് പറഞ്ഞാൽ ജീവനും ജീവനില്ലാത്തതിനെയും തമ്മിൽ തരംതിരിക്കേണ്ടത് ഒരു പ്രോസസ്സിനകത്ത് ഒരേ പ്രോസസ്സ് ഒന്ന് അതിൻ്റെ അകത്തൊരു ഇൻറ്റൻഷനും കൂടെ ഉണ്ട്. ആ ഇൻറ്റൻഷൻ സാഹചര്യത്തിനെ സൃഷ്ടിക്കുകയും കൂടെ ചെയ്യും. സാഹചര്യത്തിന് സൃഷ്ടിക്കപ്പെട്ട സാഹചര്യം അതിനെ ഫീഡ്ബാക്ക് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുകയും ചെയ്യും. ആ ഇൻറ്റൻഷൻ അനുസരിച്ചിട്ടുള്ള മാറ്റമാണ് സാഹചര്യത്തിൽ അതിനകത്ത്. അപ്പോൾ അനുകൂലമായ മ്യൂട്ടേഷൻസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളും കൂടുതൽ നിൽക്കും ഈ ഇൻറ്റൻഷനകത്ത് ചേർന്ന് നിൽക്കും. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ജീവനെ വിശദീകരിക്കാനായിട്ട് കഴിയാതെ. ഇത് പക്ഷേ എവല്യൂഷനൊക്കെ നമ്മൾ ആദ്യമൊക്കെ പഠിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻറ്റൻഷൻ ഇല്ല, മോട്ടീവ് ഇല്ല, ഡയറക്ഷൻ ഇല്ല. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു ബാക്ടീരിയകൾ തന്നെ ഇപ്പോൾ അവർ ആ ഒരു റെസിസ്റ്റൻസ്, ആൻറ്റിബയോട്ടിക് മരുന്നുകളോടുള്ള റെസിസ്റ്റൻസ് രൂപപ്പെടുന്നത് എങ്ങനെയാണ് ഇത്ര പെട്ടെന്നുള്ളത്. പക്ഷെ അതിൽ വിശദീകരിക്കുന്നത് ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ സ്പീഡ് അല്ലെങ്കിൽ അത് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ബാക്ടീരിയ ഉണ്ടായാൽ തന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ബാക്ടീരിയ ഹൊറിസോണ്ടലായി ജമ്പിങ് ജീൻസ് എന്ന് നമ്മളിന്ന് പറയാനായിട്ട് വരുന്ന സാലം വന്നിട്ടുണ്ട്. ഹൊറിസോണ്ടലായി ജീൻ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അല്ല, അത് അന്ന് ഇൻഫർമേഷൻ ഇല്ല, അന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മുഴുവനും കൂടെ ഈ പറയുന്ന ഒരൊറ്റ വിശദീകരണത്തിനകത്തൂടെ ഇത് പറയാൻ ശ്രമിക്കുന്നത് വഴിയാണ് ശരിക്കും പറഞ്ഞ എവല്യൂഷൻ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാതായി പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണത്തിലൊന്നാണ്. ഈ ഒരു ജീൻ സെൻറ്റേഡ് ആയിട്ട് മാത്രം, ടോട്ടലി ജീൻ സെൻറ്റേഡ് ആയിട്ടും അതിന് റാൻഡം മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒറ്റ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ജീവനെ വിശദീകരിക്കുന്ന ജീവൻ്റെ ചുറ്റുപാടിനെ ഇണക്കാനുള്ള കഴിവിനെയും വിശദീകരിക്കാൻ പോകുന്നത് വഴി അനന്ത കോടി വർഷങ്ങൾ ആവശ്യമായി വരും.
പക്ഷേ അതേ സമയത്ത് ഇൻറ്റൻഷനലായിട്ടുള്ള ഉന്മുഖത്വം എന്ന് നമ്മൾ പറയേണ്ടതാണ്. ഓറിയൻറ്റഡ് ആയിട്ടിരിക്കുന്ന ആ ഏരിയയിലേക്ക് ഓറിയൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസ് ഉണ്ട്. ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ എന്ന് പറയാവുന്ന നിലവാരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അത് ഈ അനുകൂലമാക്കി എടുക്കുക എന്നുള്ളൊരു അനുകൂലമാക്കി എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ജീവനെയും ജീവനില്ലാത്തതിനെയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പാറ പൊടിഞ്ഞ് മണ്ണാകുന്ന അത്രയും ലാഘവത്വത്തോടെയാണ് പ്രപഞ്ചത്തിനകത്ത് ജീവൻ പ്രവർത്തിക്കുന്നതെന്ന് ആൾക്കാർ ആർഗ്യൂ ചെയ്താൽ, അത് എവല്യൂഷനകത്തൂടെ ആർഗ്യൂ ചെയ്താലും അല്ലാതെയും നമ്മൾ ആർഗ്യൂ ചെയ്താലും ഈ ഈ പറഞ്ഞ പോലെ ഈ ഫ്രീ വില്ലിൻ്റെ ഒക്കെ സംഭവം അതിൽ വരുമോ? അതിനകത്ത് നമുക്ക് ഫ്രീ വില്ലെന്ന് പറഞ്ഞാൽ സാഹചര്യത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു ജീവനുണ്ടെന്നുള്ള നിലവാരത്തിൽ സംസാരിച്ചാലാണ് ആ ലെവലിൽ ഫ്രീ വില്ലിനെ പറ്റി പറയാനൊക്കത്തുള്ളൂ. തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ അങ്ങനല്ല, തുടർച്ചയ്ക്കകത്തെ വ്യത്യാസങ്ങളേ ഉള്ളൂ. ആ വ്യത്യാസങ്ങളുണ്ട്. തുടർച്ച ഒഴിവാക്കിയിട്ടുള്ള പുതിയ ആരംഭം ഉണ്ട് എന്നാണ് ആളുകൾ പറയാൻ പോകുന്നത്. ചോയ്സസ് ഉണ്ട്, ഇൻഡിപെൻഡന്റ് തീരുമാനം അങ്ങനെയല്ല. ഈ ഗിവൺ കോണ്ടെക്സ്റ്റിനകത്തെ തുടർച്ചയ്ക്കകത്ത് തന്നെയാണ് ജീവന്റെ ഇടപെടലും നിൽക്കുന്നത്. പക്ഷെ അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ നമ്മളിത് പറയുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ മേഖല മനസ്സിലാക്കാനേ പറ്റത്തില്ല. എങ്ങനെയാണ് ഇത്രത്തോളം വർഷം കൊണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കോടിക്കണക്കിന് വർഷം എന്ന് പറഞ്ഞാൽ പോലും മാത്തമെറ്റിക്കലി പോരാതെ വരും. അല്ല, ഇതുകൊണ്ട് മറ്റേ ഈ സെക്ഷുവൽ ഡ്രൈവ് ഉണ്ടല്ലോ നമുക്ക് ഇണയെ, അവിടെയും ഈ ഒരു മോട്ടീവില്ലാതെ അല്ലെങ്കിൽ ഒരു ഇൻറ്റൻഷൻ ഇല്ലാതെ, അതാ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഫ്രീ വില്ലാണെന്ന് വിചാരിക്കുന്നിടത്താണ് ഗിവൺ കോണ്ടെക്സ്റ്റിൽ നിന്ന് ഭിന്നമായ ഒരു ഇൻറ്റൻഷനില്ല. പക്ഷേ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഗിവൺ കോണ്ടെക്സ്റ്റിനകത്ത്, അതിൻ്റെ പ്ലേസ്മെൻറ്റിനകത്ത്, ആ കോണ്ടെക്സ്റ്റിനകത്തുള്ള ഒന്നാണ് ഇൻറ്റൻഷൻ. അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സാധ്യതകൾ അവിടെ ഉള്ളതിനകത്തെ സാധ്യതകളേ ഉള്ളൂ, സാധ്യതകളുണ്ട്, അല്ലാതെ അനന്ത സാധ്യതകളായിട്ട് അവിടെ നിൽക്കത്തില്ല. ഓരോ കോണ്ടെക്സ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധ്യതകളുണ്ട്. അത് ആ ഗിവൺ കോണ്ടെക്സ്റ്റിനകത്ത് നമ്മൾ സൂക്ഷിച്ച് പരിശോധിച്ച് നോക്കിയാൽ അനന്തതകൾ ഉണ്ടാവും. ഞാൻ നേരത്തെ ഒന്നിൻ്റെയും രണ്ടിൻ്റെയും ഇടയിലുള്ള അനന്തതകളുള്ളതുപോലുള്ള സാധ്യതകളുണ്ട്. പക്ഷേ നിർണീതമായ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള നിമിഷങ്ങളുമുണ്ട്. രണ്ട് നിർണീതമായിട്ടുള്ള ഡിറ്റർമിൻഡ് ആയിട്ടുള്ള പോയിന്റുകളുടെ നടുവിനകത്ത് അനന്തതകളുള്ള സ്ഥലങ്ങളുമാണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അവിടെയാണ് ഈ തരത്തിലുള്ള നമുക്ക് പറന്നു പോവാന്നുള്ളത് പക്ഷിക്ക് സാധ്യമാണ്. നമുക്ക് പറക്കണം എന്നുണ്ടെങ്കിൽ ചിറകില്ലാത്തതുകൊണ്ട് പറക്കുക എന്നുള്ളത്. പക്ഷെ നമുക്ക് അല്ലാതെയുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. പക്ഷെ ചിറകില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ നിർണ്ണയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ എടുക്കാൻ പറ്റും, അവിടെ പറ്റത്തില്ല. നമ്മുടെ ഇത്രയും വെയിറ്റ് ഉള്ള ഒരു ജീവിക്ക് പറക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പറക്കണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറച്ചുകൊണ്ട് തന്നെ പറ്റുള്ളൂ. അപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്ന പ്രക്രിയ മുഴുവൻ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ നേരത്തെ രണ്ട് കൈ ചിറകായിട്ട് മാറിപ്പോകുന്ന തരത്തിലുള്ള സ്ഥലത്തേക്ക് പോവുകയും അതുവഴി നമുക്ക് കൈ കൊണ്ട് ചെയ്യാമായിരുന്ന എല്ലാ കാര്യങ്ങളും അപ്രത്യക്ഷമായി പോവുകയും ചെയ്യും. അവിടെയാണ് നമുക്ക് ശരിക്കും അവിടെയാണ് ആ റെസ്ട്രിക്ഷൻസ് വരുന്നത്. ഈ ഏരിയയും കൂടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജീവൻ്റെ വികാസത്തിനകത്തെ കേന്ദ്രമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഗിവൺ കോണ്ടെക്സ്റ്റിനകത്ത് നമുക്ക് ചോയ്സസ് ഉണ്ടെന്നും ഇൻറ്റൻഷൻ ഉണ്ടെന്നും ആ ഇൻറ്റൻഷൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ പ്രവർത്തനങ്ങളായിട്ട് മാറുന്നതെന്നും നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ ഗിവൺ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നിരന്തരമായി രൂപപ്പെട്ടു വന്നതിൻ്റെ ഒരു തുടർച്ചയിലുള്ള സംഭവമാണ്. അതെ, നൈരന്തര്യത്തിനകത്തുള്ള സാധ്യതകൾ ഒന്നിൻ്റെയും രണ്ടിൻ്റെയും ഇട എന്ന് നമ്മൾ പറയുന്നതിൽ രണ്ടിൻ്റെയിലേക്ക് പോകാനും ഒക്കത്തില്ല, ഒന്നിൻ്റെ പുറകോട്ടും പോകാനൊക്കത്തില്ല. പക്ഷെ ഒന്നിനും രണ്ടിനും ഇടയ്ക്കും അനന്തമായ സാധ്യതകളുള്ള സ്ഥലത്താണ് ഈ ഇൻറ്റൻഷൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നിർണീതമായ ഡിറ്റർമിൻഡായ മേഖലയ്ക്കകത്തുള്ള അനന്തതകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ജീവൻ്റെ ഈ വികാസത്തിനെ പറ്റി മനസ്സിലാക്കണം.